Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Prayer start ചെയ്തോളൂ. Okay, ma'am. Prayer. Dear God, we thank you for this new day. Bless our teacher and all of us in the class. Help us to learn with attention and joy. Guide us to be kind, helpful, and respectful. Be with us in everything we do today. Thank you. Sign പറയാം. Good afternoon, teacher and my dear friends. Firstly, I would love to welcome all of you to this new academic section. This day is very special for all of us. It's a new beginning with new hope, goals, and challenges. Thank you. Thoughts. Thought of the day. Mistake increases your experience, and experience decreases your mistakes. If you learn from your mistakes, then others learn from your success. Thank you. Okay. ഇന്നൊരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. കുറച്ച് ദിവസമായില്ല നമ്മൾ ആക്ടിവിറ്റി ചെയ്തിട്ട്. ഒരു ടോപ്പിക് തരാം, ശ്രദ്ധിച്ച് കേൾക്കാം. ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾ. ഇതാണ് ടോപ്പിക്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾ. ടോപ്പിക് മനസ്സിലായില്ലേ? ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾ. ഓക്കെ, 5 മിനിറ്റ് സമയം തരാം. ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മാം, ഒരു സംശയം ചോദിച്ചത്, പോരായ്മയാണോ ഉദ്ദേശിക്കുന്നത്? അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രോബ്ലംസ്, പോരായ്മകള് പറയാം. ഓക്കെ.
പറയട്ടെ മാം? സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ മാം. ഗവൺമെന്റ് സ്കൂളുകളിൽ സാധാരണ ബിൽഡിങ്സ് ഒക്കെ ഒട്ടും പ്രോപ്പറായിട്ട് കാണാറില്ല. എന്തെങ്കിലും അൺസേഫ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആയിരിക്കും. ക്ലാസ് റൂം ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. എന്തെങ്കിലും ഡാമേജസ് ഒക്കെ നമ്മൾ ന്യൂസിലൊക്കെ ചില സമയത്ത് കേൾക്കാറുണ്ട്. അവിടെ ഏതോ ഒരു പ്രാവശ്യം ഞാൻ കേട്ടായിരുന്നു, ഇങ്ങനെ ഒരു സ്കൂളിന്റെ പൊത്തിൽ പാമ്പ് ഇരുന്നിട്ട് ഒരു കുഞ്ഞിനെ കൊത്തി എന്നൊക്കെ പറഞ്ഞത്. പാലക്കാടൊക്കെ ഒരു സ്കൂളാന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഇഷ്യൂ. അപ്പം പ്രോപ്പറായിട്ട് അവർ ബിൽഡിങ്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. നല്ല ക്ലാസ് റൂംസോ എവിടെയെങ്കിലും ഇപ്പം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വല്ല ലീക്കോ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ മറ്റേ പബ്ലിക് സ്കൂളിലാകുമ്പോൾ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അവർ പൈസ വാങ്ങിയിട്ടല്ലേ ചെയ്യാറ്. അപ്പോൾ അവർ അത് നല്ല കണ്ടീഷനുള്ള ക്ലാസ് റൂമും ഒക്കെ ആയിരിക്കും. ഇവിടെ ഗവൺമെന്റ് സ്കൂളിൽ എന്ന് പറയുമ്പോൾ ക്ലാസ് റൂംസ് ചിലപ്പോൾ കുറവായിരിക്കും. 2 സെക്ഷനൊക്കെ കമ്പൈൻ ചെയ്ത് ഒറ്റ ക്ലാസ്സിലൊക്കെ എടുക്കത്തില്ല. അപ്പോഴും ഈ കുട്ടികൾക്കൊക്കെ ഒരുമിച്ച് ഇരിക്കാനായിട്ട് സ്പേസ് കാണത്തില്ല. എല്ലാവരും കൂടെ ഒരു ബെഞ്ചിലൊക്കെ ഇഷ്ടം പോലെ പേരിരുന്നിട്ട് കൺജസ്റ്റഡ് ആയിട്ട് പ്രോപ്പറായിട്ട് ഇരിക്കാനോ ക്ലാസ് നോക്കാനോ ഒന്നും പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. പിന്നെ ടോയ്ലറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് അവർ ക്ലീൻ ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. പിന്നെ ടോയ്ലറ്റ്സിൻ്റെ എണ്ണമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. പ്രോപ്പറായിട്ട് നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല. ഇപ്പം ഇൻ്റർവെൽ ടൈമിൽ ഒത്തിരി കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ ക്യൂ നിന്നൊക്കെ വേണം. അപ്പോൾ എണ്ണം കുറവായതുകൊണ്ട് അവർക്ക് ആ ടൈമിനുള്ളിൽ ടോയ്ലറ്റ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് യൂസ് ചെയ്താലും പ്രോപ്പറായിട്ട് ക്ലീൻ ഒന്നും ആയിരിക്കത്തില്ല. പിന്നെ കുടിവെള്ളമൊക്കെ സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ അങ്ങനെ കുടിവെള്ളം ഒന്നും കാണാറില്ല. പബ്ലിക് സ്കൂളിലൊക്കെ ഇങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ. ഗവൺമെൻറ് സ്കൂളിൽ അങ്ങനെയില്ല. നമ്മൾ എടുത്തിട്ട് പോകണം കുപ്പിക്കകത്ത്. അവിടെ അങ്ങനെ വെള്ളമൊന്നും കിട്ടാറില്ല. പിന്നെ ഈ ഫർണിച്ചറൊക്കെ ആണെങ്കിലും സ്കൂളിൽ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ്, പണ്ടൊക്കെ ആയിരിക്കും ബെഞ്ചും ഡെസ്കും ഒക്കെ ഒടിഞ്ഞത്. അതൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ തന്നെ കുറേ നാളെടുക്കും. ചിലപ്പോൾ നമ്മൾ നിലത്തൊക്കെ ഇരുത്തിയിട്ടായിരിക്കും പഠിപ്പിക്കാറ്. എല്ലാം ഒന്ന് മാറ്റി, എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അത് മാറ്റണേ തന്നെ ഒരുപാട് പ്രൊസീജിയർ കുറേ നാളെടുക്കും. അത് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ, ഈ കറണ്ടിൻ്റെയോ അവിടെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്നും അവരത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. വല്ല ഇലക്ട്രിക് പ്രോബ്ലമോ വല്ല ലൈറ്റ് ഇല്ല അല്ലെങ്കിൽ ഫാൻ കേടാണ് എന്നൊക്കെ ഉടനെ നമ്മളെ ഇറക്കി പുറത്തിരുത്തി അല്ലെങ്കിൽ വരാന്തയിൽ ഇരുത്തിയൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഉടനെ തന്നെ ഒന്ന് മാറ്റാനോ ഒന്നും ഒന്നും പ്രോപ്പറായിട്ട് അതൊന്നും ചെയ്യാറില്ല. പിന്നെ മെയിനായിട്ട് നല്ല പ്ലേ ഗ്രൗണ്ടോ സ്പോർട്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്പോർട്സിന് നല്ലൊരു സ്റ്റാഫോ അങ്ങനെയൊന്നും. കുട്ടികളൊക്കെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. പക്ഷെ അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസോ അല്ലെങ്കിൽ ആ സ്പോർട്സിന് വേണ്ട സാധനങ്ങളോ, ഇപ്പോൾ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം അതിന് കറക്റ്റായിട്ട് വേണ്ട എക്യുപ്മെൻറ്റ്സോ ഒന്നും സ്കൂളിൽ കാണാറില്ല. എന്തെങ്കിലും ഒന്ന് വല്ല വോളിബോളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഒക്കെ പഠിപ്പിക്കത്തുള്ളൂ. കുട്ടികൾക്കൊക്കെ പല പല കഴിവുകളുണ്ട്. പക്ഷെ അതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ അതിന് വേണ്ട സാധനങ്ങളോ ഒന്നും കാണാറില്ല. പിന്നെ ഈ ഡിജിറ്റലായിട്ട് പറയുവാണെങ്കിൽ കമ്പ്യൂട്ടർ ഏതെങ്കിലും 1-2 സിസ്റ്റം ഒക്കെ കാണത്തുള്ളൂ. അത് ഏതെങ്കിലും ഒന്ന് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പറയും ഇന്ന് കമ്പ്യൂട്ടർ പീരീഡ് ഇല്ല, സിസ്റ്റം കേടാ, ആ പീരീഡ് വേണമെങ്കിൽ ഡ്രില്ലിന് പോക്കോ അല്ലെങ്കിൽ മാത്സ് പീരീഡ് ആയിരിക്കും, അങ്ങനെ മാറ്റി കൊടുക്കും. അവരത് പ്രോപ്പറായിട്ടൊന്നും ചെയ്തില്ല. ഒരു കമ്പ്യൂട്ടർ വെച്ച് തന്നെ ആയിരിക്കും ഒരു ക്ലാസ് കുട്ടികളെ മുഴുവൻ 19 പേര് കാണും അവരെല്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ലൈബ്രറിയിൽ ആവശ്യത്തിനുള്ള ബുക്കുകളോ ലാബിലൊക്കെ ആണെങ്കിലും നമുക്ക് വേണ്ട ഈ സയൻസിൻ്റെയൊക്കെ വേണ്ട സാധനങ്ങളൊന്നും കാണാറില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇത് കാണും, പോരായ്മ കാണും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടികൾക്കാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സാനിറ്റേഷനോ ഈ സാനിറ്ററി പാഡൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള പ്ലേസോ അങ്ങനെ ഒന്നും കാണാറില്ല. അതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ തോന്നാറുണ്ട്. ഈ പബ്ലിക് സ്കൂളിലാകുമ്പോൾ കറക്റ്റായിട്ട് അവർ ബസ്സുണ്ട്, നമ്മൾ പേ ചെയ്തേച്ചാൽ മതി. ഗവൺമെൻറ് സ്കൂളിൽ അങ്ങനെയില്ല. എങ്ങനെയും എത്തിപ്പെടുക, ഒക്കെ എങ്ങനെയും വരിക, എങ്ങനെയും പോവുക. കുട്ടികളൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടായിരിക്കും ബസ്സിലും ബോട്ടിലും ഒക്കെ ഭയങ്കര കുത്തി നിറച്ച് വരും. രാവിലെ തന്നെ ഓടാൻ തുടങ്ങും ബസ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ വരാറുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് പോരായ്മകളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് ആരാണ്? നന്നായിട്ട് പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ആരാ? ഞാൻ പറയട്ടെ മിസ്. ആ. എനിക്ക് പറയാനുള്ള, ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാണ്. ആ സമയത്ത് PTA പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ
ഒരുവിധം മെച്ചപ്പെട്ട് തന്നെ ഗവൺമെന്റ് സ്കൂളിലെല്ലാം നല്ല രീതിയിൽ പോകും. അതേ സമയത്ത് വേറെ ഈ അട്ടപ്പാടി അങ്ങനെയുള്ള അങ്ങനെയുള്ള ഭൂപ്രദേശങ്ങളിലാണ് ഇതുപോലെ ക്ലീൻ ചെയ്യാണ്ടും പൊട്ടിപ്പൊളിഞ്ഞതായിട്ടുള്ളത് ഞാൻ TV ന്യൂസിലാണ് കണ്ടേക്കണത്. ഇപ്പൊ ഞങ്ങളിപ്പോ എറണാകുളം ജില്ലയിലൊക്കെ ഉള്ള ഗവൺമെന്റ് സ്കൂളുകൾ പൊതുവെ എല്ലാം നല്ല നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടെന്നാണ് ഞാൻ ഒരു 1ാം ക്ലാസ് മുതൽ +2 വരെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഞാൻ ഇങ്ങനെ TV-യിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ടീച്ചർമാര് ഇപ്പൊ ഞാൻ പഠിച്ച സമയത്തല്ല, എന്റെ മോള് പഠിക്കുമ്പോഴത്തേക്കും ടീച്ചർമാരൊന്നും മര്യാദക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അവർക്കൊരു എന്താ പറയണ, പഠിച്ചോട്ടെ, അവർക്ക് കറക്റ്റായിട്ട് കാശ് കിട്ടുമല്ലോ. പിള്ളേരെ ഒട്ടും ശ്രദ്ധിക്കണില്ല, പിള്ളേരെ തോന്നിയ വഴിക്ക് വിടുക. പിള്ളേർക്കൊരു എന്താ പറയുക, അവർക്കൊരു റെസ്പെക്റ്റ് ഒന്നും ഇല്ല. അതായത് ടീച്ചർമാരെ എന്ത് കൊടുക്കണോ അതല്ലേ തിരിച്ചു കിട്ടത്തുള്ളൂ. ടീച്ചർമാർ ഇത്രയും സ്ട്രിക്റ്റ് ഒക്കെ ആയാലാണ് ആ വടി പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, പിള്ളേരൊക്കെ എന്താ പറയുക ടീച്ചർമാരെ റെസ്പെക്ട് ചെയ്യാണ്ടൊക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോഴൊരു ടീച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് അയ്യോ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബഹുമാനം. അതേ സമയത്ത് പിള്ളേർക്ക് ഇപ്പോഴുള്ള ജനറേഷൻ അങ്ങനെ ഇല്ല. പിന്നെ സ്കൂളുകളിൽ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ PT എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ തന്നെ എന്താ പറയണത്, ഫണ്ട് അല്ലെങ്കിലും കലാകായികമായിട്ട് പോകാനൊക്കെ ആണെങ്കിലും അവര് കയ്യിൽ നിന്ന് കാശ് എടുക്കത്തില്ല. അവിടെ നിന്ന് ഗവൺമെന്റിൽ നിന്ന് കാശ് ഇല്ല എന്നൊക്കെ പറയത്തുള്ളൂ. നമ്മൾ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് ചെലവ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകേണ്ടി വരും. പാരൻസ് തന്നെ കൊണ്ടുപോയിക്കോ എന്നുള്ള രീതിയിലാണ് പറയണത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ ഇത് എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഞാൻ പറയട്ടെ, എനിക്ക് സേഫ് ആയിട്ട് ഇപ്പൊ കുട്ടികള് ഇപ്പോ ഇന്റർവെൽ ടൈമിലൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് മിഠായി അങ്ങനെ കടകളും കുറെ അങ്ങനത്തെ ഏരിയകളായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹൈസ്കൂളിൽ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങളുടെ ഹൈസ്കൂളില് ടീച്ചേഴ്സൊക്കെ നല്ലതായിരുന്നു. ക്ലാസ് എടുക്കാനായാലും എല്ലാത്തിനും നല്ല ടീച്ചേഴ്സും പിന്നെ എല്ലാ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും ഈ പറഞ്ഞോട്ട് പേഡ് അങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സാധനങ്ങളെല്ലാം അതും ഉണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് അങ്ങനെ അത്ര കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇത് തോന്നിയിട്ടുണ്ട്, സേഫ് ഇങ്ങനെ കുറവായിട്ട്. കുട്ടികൾ മിഠായി വാങ്ങുമ്പോൾ മറ്റോടത്തുനിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് ഒക്കെ അടച്ചിടുക, അങ്ങനെ നമ്മളെ ഈ പുറത്തേക്ക് പോകാനായിട്ട് സമ്മതിക്കില്ലല്ലോ. ഇത് അങ്ങനൊക്കെ പോണത് തോന്നിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ പല പല കുട്ടികളും ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ചില അങ്ങനത്തെ ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ചിക്കുമോള് പറഞ്ഞ കണക്ക് തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ അതാ എല്ലാ സ്കൂളുകളിലും മിക്ക സ്കൂളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറേ മാറ്റം വന്നിട്ടുണ്ട്. എന്റെ ചുറ്റുപാടും ഉണ്ട്, സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾക്കുള്ള പാർക്ക് സഹിതമുള്ള സ്കൂളുകളൊക്കെ ഉണ്ട്. ഗവൺമെന്റ് സ്കൂളാണ്, നല്ല സൗകര്യങ്ങളോട് കൂടി. അങ്ങിങ്ങായിട്ടൊക്കെ ഉണ്ട്, വളരെ മോശമായിട്ട് കിടക്കുന്ന സ്കൂളുകളുണ്ട്. പക്ഷെ നമ്മുടെ എന്നാലും ഭൂരിഭാഗം ഇപ്പോൾ ഒരു പരിധി വരെയൊക്കെ സ്മാർട്ട് ക്ലാസ് വരെയുള്ള ഗവൺമെന്റ് സ്കൂളുകളുണ്ട്. അടിസ്ഥാന സൗകര്യം കുറേയൊക്കെ ഓക്കെ ആണെങ്കിലും ചിക്കുമോള് പറഞ്ഞ കണക്ക് കുറേയൊക്കെ മോശമായിട്ടും ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ കണക്ക് ഒരു സുരക്ഷിതം കുഞ്ഞുങ്ങൾക്ക് അത്ര പോരായ്മയുണ്ട് നമ്മുടെ ഗവൺമെന്റ് സ്കൂളില്. പ്രൈവറ്റ് സ്കൂളിലൊക്കെ ആണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ കറക്റ്റ് സമയത്ത് അവര് സ്കൂളിൽ അവർ ചെല്ലുന്നുണ്ടോ എന്ന് അറിയുന്നുണ്ട്. ഇപ്പൊ 2-3 ദിവസം ചെന്നിട്ടില്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ ചെന്നിട്ടില്ലയോ എന്ന് അത് വിളിച്ചു ചോദിക്കാനൊക്കെ ഉള്ള ഒരു ഉത്തരവാദിത്വം അവിടെ നമ്മുടെ പ്രൈവറ്റ് സ്കൂളിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെ ചെയ്യാറുള്ളതായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇന്റർവെൽ ടൈമിൽ കുട്ടികൾ പോലും അറിയാതെ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ആണെങ്കിൽ ബാഗ് ഒക്കെ അവരുടെ ചെക്ക് ചെയ്യും. ഒരു സ്കൂളിന് വേണ്ടാത്ത സാധനങ്ങൾ എന്തെങ്കിലും അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സിന്റെ കയ്യിൽ കിട്ടിയിരിക്കും, അത് പേരൻസിനെ വിളിച്ചറിയിച്ചിരിക്കും. അങ്ങനത്തെ ഒരു ഇതും നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലില്ല. എന്തുകൊണ്ട് ചെല്ലുന്നു, അവരുടെ അതിനകത്ത് ചിലപ്പോൾ കത്തിയായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും മയക്കുമരുന്നായിരിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിലും അവരത് കൊണ്ടുപോകുന്നു. ഏതെങ്കിലും ഒഴിഞ്ഞ ഇടങ്ങളിലൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ഒഴിഞ്ഞ ഇടങ്ങളിലൊക്കെ നിന്ന് കുഞ്ഞുങ്ങളൊക്കെ സിഗരറ്റ് വലിക്കുന്നത്. അതിനകത്തൊക്കെ ചിലപ്പം കഞ്ചാവോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും. കുഞ്ഞു കുട്ടികളാ അവരൊക്കെ. നമ്മളെ കാണുമ്പോൾ ചില കുഞ്ഞുങ്ങൾ ചിലർ പരിങ്ങത്ത് പോലും ഇല്ല, നമ്മളാണ് വലിയമെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ആ സിഗരറ്റൊക്കെ വലിച്ചിട്ട് പോകുന്ന കാണാം. അതൊക്കെ പേരൻസും അറിയുന്നില്ല, ടീച്ചേഴ്സും അറിയുന്നില്ല. അതുപോലെ ക്ലാസ്സിൽ ചെല്ലാതെ തന്നെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കും ചില കുട്ടികളൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ. പക്ഷെ പ്രൈവറ്റ് സ്കൂളിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, നടക്കുന്നതായിട്ടേ അറിയില്ല.
കറക്റ്റ് അവർ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിൽ ചെല്ലും, സ്കൂളിൽ നിന്ന് വന്നിട്ട് കറക്റ്റ് അവർ വീട്ടിൽ വരുന്നവർ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. ഗവൺമെന്റ് സ്കൂളിലാണ് അങ്ങനത്തെ ഒരു സുരക്ഷിതമില്ലായ്മ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ്. ഒരു ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം ഒരു പോലീസും അങ്ങനെ അല്ലെ എക്സൈസോ അങ്ങനെയൊക്കെ ഒന്ന് വന്ന് നോക്കും. ഒരു കുറച്ച് ദിവസത്തേക്കിനൊരു സ്കൂളിന്റെ പരിസരത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണും കടകളിലൊക്കെ. അത് പിന്നെ അതുപോലെ തന്നെ വരും. പക്ഷേ ഒരു പ്രൈവറ്റ് സ്കൂളിന്റെ ഒക്കെ അടുത്ത് പരമാവധി എനിക്ക് തോന്നുന്നു അധികം നമ്മുടെ ഇവിടെയൊക്കെ പ്രൈവറ്റ് സ്കൂളിന് അടുത്തൊന്നും അങ്ങനെ കടകളൊന്നും അധികം ഇല്ല. ഇപ്പം മോളൊക്കെ പഠിക്കുന്ന സ്കൂളിന്റെ അടുത്താണേലും കടകളില്ല. അതുപോലെ ഇവിടെ 2-3 സ്കൂളുണ്ട്. അവിടെ പ്രൈവറ്റ് സ്കൂളിന്റെ അടുത്ത് അങ്ങനെ അധികം കടകളില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു പേരൻസിനെ പോലും നമ്മൾ അവിടെ പറയാതെ നമ്മളെ ഓഫീസിലോട്ട് പോലും കടത്തി വിടത്തില്ല. അപ്പൊ അവിടെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സുരക്ഷിതത്വമാണ്. പക്ഷെ ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെ ഒരു സുരക്ഷിതം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ അത്യാവശ്യം ഓക്കെയാണ് നമ്മുടെ പരിസരത്ത്. മിസ്സേ, ഗവൺമെന്റ് സ്കൂളിന്റെ അസൗകര്യമാണോ സബ്ജക്റ്റ്? ഞാനിപ്പം കയറിയതേ ഉള്ളൂ. ഓക്കെ, വിഷയമാണോ? വിഷയം എന്ന് പറഞ്ഞാല് ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾ. ഓക്കെ ഓക്കെ. ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾ ആണ് ടോപ്പിക് എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ. ഗവൺമെന്റ് സ്കൂളിലെ നമ്മൾ ആദ്യമേ ടീച്ചർമാർക്കായാലും ഗവൺമെന്റ് ജോലി കിട്ടുന്നിടം വരെയുള്ളൊരു ഉത്തരവാദിത്തമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് സാലറി കിട്ടുമല്ലോ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൈൻഡ് ചെയ്യത്തേയില്ല. അതുവരെയുള്ള ഉത്സാഹമേ ഉള്ളൂ എല്ലാ ടീച്ചർമാർക്കും. ഇപ്പം ഞാനൊരു ടീച്ചറായാലും എനിക്കും അത്രേ തോന്നത്തുള്ളൂ. കാര്യം അവർ വേണമെങ്കിൽ നന്നാവട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ പ്രൈവറ്റ് സ്കൂളിൽ അങ്ങനല്ല. കാര്യം അവർക്ക് മുകളിൽ ഓരോ കാര്യങ്ങളും ചോദിക്കാൻ മാനേജ്മെന്റ് ഉണ്ട്. നമുക്ക് നേരത്തെ എന്ന് പറയാം ഇന്നതുപോലെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ അതിനുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇത് നമ്മൾ ഗവൺമെന്റ് തന്നെയാണ് ആദ്യമേ റെഡി ആവേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു LKG മുതൽ, അതായത് ഏറ്റവും ആദ്യം തുടങ്ങുന്ന സ്റ്റാൻഡേർഡ് മുതൽ കുട്ടികളെ അതേ നീറ്റ്നെസ് ആയിട്ട് വിടുവാണെങ്കിൽ +2 വരെ അത് കണ്ടിന്യൂസ് ആയി പോകും. ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കുട്ടികളുടെ കാര്യത്തിൽ ഒരു ഇതുമില്ല. പക്ഷേ സ്മാർട്ട് ക്ലാസ് ആണ്, ഓക്കെ എല്ലാം ഉണ്ട്. എൻ്റെ ഒരു ബന്ധുവാനുണ്ട്. അപ്പോൾ ടീച്ചറാണ് പുള്ളിക്കാരി. അവർ പറയുന്നത് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവരവരുടേതായിട്ടുള്ള രീതിയിൽ പോരട്ടെ എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ കുട്ടികളെന്താ ഇപ്പോൾ 6ാം ക്ലാസ് വരെയുള്ള പിള്ളേർ അവർ തന്നെ പറയുന്നുണ്ട് ബാഗ് നിറച്ചും മയക്കുമരുന്നും അതും ഇതും കുറേ ഔട്ട്സൈഡറൊക്കെ ആയിട്ട് കുറേ കണക്ഷനായിട്ടാണ് അവർ വളരുന്നതെന്നുള്ളത്. അപ്പോൾ അതിനൊരു ഉത്തരവാദിത്ത കുറവുകൊണ്ടാണ് ഈ കൂടുതലും സംഭവിക്കുന്നത്. അതായത് സ്കൂളുകളിൽ ഒരു പേടിയില്ലാത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം വേണമെങ്കിൽ എല്ലാ ടീച്ചർമാരെയും എല്ലാ മന്ത്രിമാരുടെ മക്കളെയും എല്ലാ ഗവൺമെന്റ് എംപ്ലോയീസിനെയും എല്ലാ മക്കളെയും ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. അപ്പോഴേ നമ്മുടെ മക്കളും നമ്മുടെ ക്ലാസ്സിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഉത്തരവാദിത്തം വരുത്തുള്ളൂ. അത് ഫസ്റ്റ് ഇനിഷ്യേറ്റ് എടുക്കേണ്ട ഗവൺമെന്റ് തന്നെയാണ്. ഇതിപ്പോൾ അവരുടെയൊക്കെ മക്കളെ വലിയ വലിയ ഇന്റർനാഷണൽ സ്കൂളിലും ഊട്ടിയിലും അത് പുറത്തും ഗൾഫിലും ഒക്കെ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് സാധാരണക്കാരുടെ മക്കളെ ഇങ്ങനെ വിട്ടിട്ട് അവർ എന്തും ആയിക്കോട്ടെ എന്നുള്ളൊരു തോന്നലാണ്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒഴിവാക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ പൂർണ്ണ ഉത്തരവാദിത്തം വേണം. വിട്ട് കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ എത്തുന്നുണ്ടോ, കുട്ടിയുടെ ബാഗ് ചെക്ക് ചെയ്യൽ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അവർക്ക് പുറകിൽ ഒരാളുണ്ടെന്നുള്ള തോന്നൽ എപ്പോഴും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളല്ലേ, എപ്പോഴായാലും വഴിതെറ്റാൻ പറ്റിയൊരു പ്രായമാണ് കുട്ടികളുടെ ഈ പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിഷ്യേറ്റ് എടുക്കണം. നെക്സ്റ്റ് പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പൊസിഷനിൽ ഇരിക്കുന്നത്. കാരണം അവർക്ക് സർവൈവ് ചെയ്യാൻ അറിയാം, അതിജീവിക്കാനുള്ള കഴിവുണ്ട്. കാര്യം ഇപ്പം ഒരു ഫുട്ബോൾ അറിയാവുന്നതാണെങ്കിലും മറ്റ് കഴിവുകളാണെങ്കിൽ അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖല ഗവൺമെന്റ് സ്കൂൾ തന്നെയാണ്. മറ്റേ പ്രൈവറ്റ് സ്കൂളാണെങ്കിൽ എല്ലാം റെഡിയാക്കി കൊടുത്ത് ഒന്ന് കൊടുക്കുമ്പോൾ നിറയ്ക്കാൻ മാത്രം മതി. പക്ഷെ ഇവർ കണ്ടെത്തി പഠിക്കുന്നതോട് കൂടുതലും സ്കോപ്പ് അവർക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിന്റെ കാര്യത്തിൽ നമ്മൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന ഒറ്റ ടീച്ചർമാർക്കും കറക്റ്റായിട്ട് ഇംഗ്ലീഷ് നല്ല കമ്മ്യൂണിക്കേറ്റർ അറിയാമെന്ന് വെച്ചാൽ അറിയത്തില്ല. പിന്നെ അവരെങ്ങനെ കുട്ടികളോട് പെരുമാറും? കുട്ടികൾക്കും അറിയത്തില്ല. അപ്പോൾ അത് ആദ്യമേ നമ്മൾ പഠിക്കുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടീച്ചേഴ്സ് ആണെങ്കിൽ നല്ല കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഇംഗ്ലീഷിൽ പറയുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ബാക്കിലോട്ട് പോകും. നമ്മുടെ കുഴപ്പമല്ല, നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, ഇംഗ്ലീഷ് മനസ്സിലാവും. അത് നമ്മുടെ കയ്യിൽ കുഴപ്പമില്ല, നമ്മൾ വളർന്നു വന്ന സാഹചര്യം കൊണ്ടാണ്. ഇപ്പം നമ്മളായാലും മക്കളോട് പറയും LKG പഠിക്കുന്ന ഗൾഫിലുള്ള കൊച്ച് എന്ത് ഇംഗ്ലീഷാണ് പറയുന്നത് എന്ന് അവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാര്യം അവർക്ക് അതിനുള്ള പേസ് കിട്ടിയിട്ടില്ല. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. വേറെ സ്കൂളിൽ ഇന്റർനാഷണൽ സ്കൂളിലെ പിള്ളേർ നല്ല പഠിക്കാൻ കുറച്ച് ബാക്കിലാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് സ്റ്റൈൽ വളരെ അടിപൊളിയായിരിക്കും.
നമ്മുടെ മക്കൾക്കൊന്നും അത്രയും പറ്റത്തില്ല. ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് അത്ര എന്തായാലും അവർ ചിലപ്പം 1ാം സ്ഥാനത്താണെങ്കിലും അവർക്കല്ലാത്ത അവിടെ ഉൾവലിഞ്ഞു പോകും വേറൊരു ഇതാവുമ്പോൾ. അപ്പൊ അത് ഈ നമ്മൾ പ്രോപ്പർ ആയിട്ട് LKG മുതലേ, അതായത് മേളിലെത്തിയിട്ടല്ല, ഒരു വീടായാലും അടിസ്ഥാനം വേണമല്ലോ, അത് താഴെ മുതലേ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അത് നമ്മുടെ ഗവൺമെന്റ് തന്നെ ചിന്തിച്ചാലേ പറ്റത്തുള്ളൂ. നമുക്ക് ആർക്കും പറ്റത്തില്ല. ഇവർക്ക് ആർക്കും പറ്റത്തില്ല. അതിനൊരു സ്പെഷ്യലായിട്ട് ഒരു എന്താ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് കൊടുത്ത് തുടങ്ങണം കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുനാളിലെ മുതലേ. അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ലാംഗ്വേജ് പ്രോബ്ലം. പക്ഷെ പഠിക്കാം, ആർക്കും പഠിച്ചെടുക്കാം, എന്തും പഠിച്ചെടുക്കാം. കുഞ്ഞുങ്ങളൊക്കെ മിടുക്കരാ, ഭയങ്കര ബ്രില്യൻറ്റ് പിള്ളേർ. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഭയങ്കര ബ്രില്യൻറ്റ്. പക്ഷെ അവർക്ക് ഇതേ പ്രോബ്ലം ലാംഗ്വേജിൻ്റെത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അച്ചടക്കമായിട്ടുള്ളത് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ പേരൻസും അവിടുത്തെ PT എല്ലാം കൂടി ഒന്ന് നോക്കുവാണെങ്കിൽ കുട്ടികൾ അധികം വഴിതെറ്റാനുള്ള സാഹചര്യം ഇന്നത്തെ കാലത്ത് കുറവാണ്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ കടകളിൽ വേറെയൊക്കെ മുട്ടായി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒത്തിരി നൽകുന്നുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് എൻ്റെ ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാൽ എല്ലാ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ മക്കളെയും സ്കൂളിൽ തന്നെ പഠിപ്പിക്കുക, ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിപ്പിക്കുക. അങ്ങനെ വരുവാണെങ്കിൽ അവർക്ക് ആ ഒരു ഇത് വരത്തുള്ളൂ. ഇവര് സത്യത്തിൽ പറഞ്ഞ ടീച്ചേഴ്സുമാർ ഭയങ്കര ഒരു ഇതാ. ഇപ്പൊ സബ്ജക്ട് എടുക്കുന്നത് എങ്ങനെ ഒരു കുറേ ഇപ്പൊ തന്നെ വെക്കേഷൻ ആവാറായി, എക്സാം ആവാറായി. അവരൊരു ആഴ്ച കൊണ്ട് ചിലപ്പോൾ 2 ദിവസം എക്സ്ട്രാ ക്ലാസ് ഒക്കെ എടുത്ത 4 സബ്ജക്റ്റ് 2-3 പാഠങ്ങൾ തീർക്കുന്നത്. അതുവരെ പിള്ളേരും അവരും കളിച്ചു കിടക്കുക. എന്തുവെന്ന് അവർക്കും അറിയത്തില്ല, പിള്ളേർക്കും അറിയത്തില്ല. എക്സാമിന് അങ്ങോട്ട് ഇത് സിലബസ് ഇടുമ്പോഴത്തേക്ക് എല്ലാ 2 ക്ലാസ് വെച്ചിട്ട് എടുത്തു കഴിയും. അപ്പൊ അവരെ ഉത്തരവാദിത്ത കുറവുണ്ടല്ലേ അത്. നെക്സ്റ്റ് മാർക്ക് കിട്ടുമ്പോൾ എന്താ പറയാ, ഞങ്ങളത് പഠിപ്പിച്ചു. ഞങ്ങളുടെയൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ടീച്ചറുണ്ട്, ജസ്റ്റ് അത് വായിച്ചാൽ മതി ആ പാഠം പഠിപ്പിച്ചു എന്ന് പറയുന്നത്. ടീച്ചർ വായിച്ചു വിട്ടെന്ന് മറിച്ച് കഴിഞ്ഞാൽ പാഠം പഠിപ്പിച്ചു. അവർക്ക് അത്ര ഉത്തരവാദിത്തമേ ഉള്ളൂ. മാർക്ക് വരുമ്പോൾ കുറയും പറയും നമ്മൾ പഠിപ്പിച്ചു, അത് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ കുറേ ഉത്തരവാദിത്ത കുറവുണ്ട്. ഇപ്പൊ ഞാനും എനിക്ക് തോന്നുന്നു എന്റെ തലമുറയിൽപ്പെട്ട എല്ലാവരും ഈ ലാംഗ്വേജ് പ്രോബ്ലം നല്ലോണം അനുഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ ആരുടെയും കയ്യിലെ കുഴപ്പമില്ല, നമ്മൾ പഠിച്ച എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് തന്നെ കുഴപ്പമാണ്. പിന്നെ നമ്മളത് കണ്ടെത്തി നമ്മളിപ്പം കൂടെ മേക്കവർ ചെയ്ത് നമ്മൾ മനസ്സിലാക്കുമ്പം പഠിക്കുന്നു. എനിക്കൊന്ന് ആ ഒരു കാര്യം കൊണ്ടായിരിക്കും എല്ലാവരും കൂടുതലും പ്രൈവറ്റ് സ്കൂളിൽ പിള്ളേരെ വിടുന്നത് തന്നെ. ഇച്ചിരി നല്ലോണം ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷൊക്കെ ബേസ് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് വിടുന്നത്. അതുപോലെ തന്നെ നമ്മളെന്താ അച്ചടക്കം ഉണ്ടാവും പ്രൈവറ്റ് സ്കൂളിലാകുമ്പോൾ. നമുക്ക് ചോദിക്കാൻ ചെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്നുള്ളത്. കാരണം നമ്മുടെ പൈസ കൊടുത്തിട്ടാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ സ്കൂളിൽ കൊണ്ട് മാറ്റും എന്ന് പറയുമ്പോൾ അവർക്ക് അവർ ഉദ്യോഗം കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഉള്ളത്. ഗവൺമെന്റ് മേഖല നമ്മൾ ഒന്നും കൂടി ഇനി അടുത്ത ഗവൺമെന്റ് ആയാലും ഇനിയുള്ള ഇതായാലും ശ്രദ്ധിക്കുവാണെങ്കിൽ രക്ഷപ്പെടും. ദാറ്റ്സ് ഓൾ മേഡം. താങ്ക് സുബിൻ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം ഞാൻ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. അത് മീൻസ് നല്ലൊരു ഗവൺമെന്റ് സ്കൂളായിരുന്നു ഞാൻ പഠിച്ചത്. ബിക്കോസ് അത് പ്രൈവറ്റിന് ആൾക്കാര് നമ്മളുടെ TC മേടിച്ചിട്ട് എന്റെ സ്കൂളിൽ ചേർക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് അതിന് A to Z എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിന്റെ കാര്യം ഞാൻ പറയുന്നത്. അത് ഡൽഹിയിലായിരുന്നു. മൈ ബി പോസിബിൾ അവിടെയും ഇവിടെ മൈറ്റൊത്തിരി വ്യത്യാസം കാണും, ഉണ്ട്, ഇല്ല എന്നല്ല. ബിക്കോസ് ഇപ്പം എന്റെ പിള്ളേര് ഗവൺമെന്റ് സ്കൂളിലാണ് കേരളയിൽ പഠിക്കുന്നത്. അത് ഒത്തിരി പഴയ ഒത്തിരി മീൻസ് ബാക്ക്വേർഡ് അല്ലേലും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് സ്കൂളിൽ വിടുന്നതുകൊണ്ട് ഞാൻ കണ്ടിരിക്കുന്ന കൾച്ചർ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ കുഞ്ഞിനെ ഗവൺമെന്റ് സ്കൂളിൽ വിടുന്ന അവിടെ കെയർ ചെയ്യത്തില്ല, അതുകൊണ്ട് ഞാനും ശ്രദ്ധിക്കത്തില്ല എന്നൊരു തോട്ട് പ്രോസസ് ഗവൺമെന്റ് സ്കൂളിൽ വിടുന്ന പേരൻസിനും ഉണ്ട്. ഓക്കെ, അപ്പം ബിക്കോസ് ആസ് എൻ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ മൂത്ത മോൻ 1ാം ക്ലാസ്സിൽ ഞാൻ ഒരു PTA മീറ്റിംഗിൽ പോയി. മീറ്റിംഗ് പോയപ്പോൾ ഒരു 40 പിള്ളേരുണ്ട് ക്ലാസ്സിൽ. പക്ഷെ PTA മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് മൊത്തം സ്കൂളിൽ നിന്ന് ആകെ 10-20 പേരൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഈ സെയിം സിറ്റുവേഷൻ ഒരു പ്രൈവറ്റ് സ്കൂളിലാണെങ്കിൽ അവർ ചോദിക്കും, അവർ പറയും നിങ്ങൾക്ക് പേരൻസിനെ വിളിച്ചോണ്ട് വരാതെ നമുക്ക് ക്ലാസ് കയറാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇപ്പം പേരൻസ് ടീച്ചേഴ്സ് ആയാലും അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ നിങ്ങൾ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ പോലും പേരൻസ് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കത്തില്ല, അവർ വരാനേ ഉദ്ദേശിക്കത്തില്ല. അവർ ജസ്റ്റ് ഗവൺമെന്റ് സ്കൂളിലല്ലേ പോകുന്നത്, ഫ്രീ ഓഫ് കോസ്റ്റിലല്ലേ, എന്തായാലും 8ാം ക്ലാസ് വരെ ഓൾ പാസ് അല്ലേ, ഒരു ധാരണയിൽ അങ്ങ് നമ്മൾ പിള്ളേരെ അങ്ങ് വിടുക. പക്ഷെ ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് ഫെസിലിറ്റി കുറവാണെന്ന് പറഞ്ഞാലും നമ്മളും ആസ് എൻ പേരന്റ് ഒരു മുൻഗണന എടുത്ത് മുമ്പിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പഠിപ്പിക്കുന്ന ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരും. ബിക്കോസ് ഇപ്പൊ നമ്മളുടെ പിള്ളേർക്ക് ടീച്ചേഴ്സ് സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിലെ പിള്ളേർക്ക് ഹോംവർക്ക് എടുത്ത് നമ്മള് ഗവൺമെന്റ് സ്കൂളിന്റെ പേരൻസ് ആണെങ്കിൽ അവർ തോട്ട് ചെയ്യത്തില്ല, നോക്കത്തേ ഇല്ല പുസ്തകത്തിനകത്ത് എന്തോ ഉണ്ട്,
ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പം പുതിയ ടെക്നോളജി ആയതുകൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ഇട്ടാൽ പോലും ആരും റെസ്പോണ്ട് ചെയ്യാനായിട്ട് റെഡി ആകത്തില്ല. ബിക്കോസ് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലേ. 8ാം ക്ലാസ് വരെ എങ്ങനെയും പോട്ടെ, അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും സ്കൂളിൽ മാറ്റാം. ഒരു ധാരണയില്ല ഇപ്പത്തെ നമ്മളുടെ ജനറേഷൻ ഗവൺമെന്റ് സ്കൂളിന്റെ പേരൻസ് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ ടീച്ചേഴ്സ് ആയാലും ഗവൺമെന്റ് സ്കൂളിന്റെ മാനേജ്മെന്റ് ആയാലും ഇച്ചിരി പുറകിലോട്ട് പോകുന്നത്. ബാക്കി പിന്നെ നമുക്ക് പുറകെ നിന്ന് ഗവൺമെന്റ് സ്കൂളിന്റെ ഫെസിലിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ പുറകെ നിന്ന് ഒത്തിരി സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് ഫിനാൻഷ്യലി. ബിക്കോസ് അവർക്ക് കിട്ടുന്ന ഇത്ര ഫണ്ടുണ്ട്, പക്ഷെ അവർക്ക് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർ കുറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി പേരൻസിനോട് തന്നെ കൂലിംഗ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ക്യാഷ് മേടിച്ചിട്ടായാലും PTA ഫണ്ടിന്റെ ആയാലും അവർ മേടിച്ച് ചെയ്യിപ്പിക്കാനുള്ള മീൻസ് കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ബിക്കോസ് ഇപ്പൊ എല്ലാ വർഷമാണെങ്കിൽ ഇപ്പം ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ ബസ് സർവീസസ് ഇപ്പോൾ എല്ലാ സ്കൂളിലും മാക്സിമം ഉണ്ട്. അപ്പൊ അവരുടെ ടെസ്റ്റിങ്ങും കാര്യങ്ങൾ അവരുടെ എല്ലാ ടീച്ചേഴ്സ് ആയാലും ഗവൺമെന്റ് ഫെസിലിറ്റിയിലല്ലായിരിക്കുമല്ലോ, പ്രൈവറ്റ് ആയിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ തുച്ഛമായ ശമ്പളത്തിൽ അവരും കയറുന്നത്, സ്റ്റാർട്ടിങ് ടെമ്പററി ബേസിസിൽ അവർ കയറുമ്പോൾ. അപ്പൊ അവരുടെ ശമ്പളം അതെല്ലാം ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പൈസയും പിന്നെ ഈ PTA ഫണ്ടും പിന്നെ എക്സ്ട്രാ പൈസ പിരിവായിട്ട് എടുക്കുന്നത് പേരൻസിൽ നിന്ന് എടുക്കുന്ന പൈസ കൊണ്ടാണ് ഇവരും ഓടുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ബിക്കോസ് അവർക്ക് കിട്ടുന്ന പൈസ കിട്ടിയാലേ അവർക്ക് ഗവൺമെന്റ് ബാത്റൂം ശരിയാക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ ഒരു ഡസ്റ്റ്ബിൻ വെക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ഇപ്പൊ യോഗ ടീച്ചറിനെ തന്നെ ഇപ്പൊ വെളിയിൽ നിന്ന് ഒരു യോഗ ടീച്ചറിനെ ഇല്ലെങ്കിൽ ടൈക്കോണ്ടോ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിനെ വെളിയിൽ നിന്ന് ഹയർ ചെയ്യുവാണെങ്കിൽ തന്നെ അവർ ഒരു ദിവസത്തെ പെർ സ്റ്റുഡന്റ് ആയിട്ട് ആ പൈസ മേടിക്കുന്നത്. ഇപ്പൊ എന്റെ മോൻ പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ ഹാഫ് സ്കൂൾ പേ ചെയ്യുന്നുണ്ട്, ഹാഫ് നമ്മളാ പേ ചെയ്യുന്നത്. അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആ ഗവൺമെന്റ് സ്കൂൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്കുള്ള പോരായ്മ ഇൻഡിപെൻഡന്റ് ക്ലാസ് ഇല്ല. മീൻസ് ഒരു വലിയൊരു ഹോൾ ആയിരിക്കും, അതിനകത്ത് മീൻസ് പാർട്ടീഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ എത്ര ആലോചിച്ച് പഠിപ്പിച്ചാലും അത് അപ്പുറത്തെ ക്ലാസ്സിലും കേൾക്കും, അപ്പുറത്തെ ക്ലാസ്സിലുള്ള ഇപ്പുറത്തും കേൾക്കും. അപ്പൊ പിള്ളേർക്ക് നമുക്ക് തന്നെ ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ വെളിയിലിറങ്ങും. അപ്പൊ പിള്ളേർ എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ അറിയത്തില്ല. അതിനകത്ത് അവർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന പിള്ളേരെ അവർ മുമ്പിലോട്ട് പ്രഷർ കൊടുത്തിട്ട് കൊണ്ടുപോകും. പക്ഷെ ഒരു സ്റ്റെപ്പ് പോലും മുമ്പിലോട്ട് എടുക്കാൻ ശ്രമിക്കാത്ത പിള്ളേരും അവരുടെ പേരൻസും ട്രൈ ചെയ്യിപ്പിക്കാത്ത പിള്ളേരെ ടീച്ചേഴ്സ് അങ്ങ് വിടും. അപ്പൊ നമ്മളും കൂടെ മുൻഗണന എടുത്തിട്ട് പിള്ളേരുടെ കൂടെ നമ്മൾ ഇരുന്ന് പഠിപ്പിച്ച് ഹോംവർക്ക് ചെക്ക് ചെയ്തിട്ട് ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വെച്ചാലേ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്. ഇല്ലോ നിങ്ങൾ പ്രൈവറ്റ് സ്കൂളിൽ വിട്ടു. പ്രൈവറ്റ് സ്കൂളിൽ വിടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ ടീച്ചേഴ്സ് തന്നെ അങ്ങോട്ട് ചോദിച്ചോളൂ. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് പേരൻസ് ആയിട്ട് നിങ്ങളും സ്ട്രിക്റ്റ് ആയിക്കോളും. ബിക്കോസ് ടീച്ചേഴ്സ് ഇങ്ങോട്ട് ചോദിക്കാത്ത കൊണ്ടല്ലേ. ടീച്ചേഴ്സ് ചോദിക്കാത്ത കാരണം എന്തോ അവർക്ക് മാനേജ്മെന്റിന് ഓർഡേഴ്സ് ഇല്ല. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിന്റെ ടീച്ചർ ഞാൻ ആയാലും എന്നോട് ചോദിച്ചു, ഞാൻ പേരൻസ് ചോദിച്ചു നിങ്ങൾ എന്താ നിങ്ങൾ പിള്ളേരെ ഇങ്ങനെ ചെയ്യാത്ത അങ്ങനെ ചെയ്യാത്ത, ഞാൻ പറഞ്ഞ നാളെ തൊട്ട് അവർ ചിലപ്പോൾ വിടത്തില്ല. അത് പേടിച്ചിട്ട് ടീച്ചേഴ്സും ചോദിക്കത്തില്ല. അവർ പറയുന്നത് എന്തോ പേരൻസിന് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഉത്തരവാദിത്തം എടുക്കുന്നത്. അതാ മെയിൻ കോൺസെപ്റ്റ്. നമ്മളെ തന്നെ ശരിയാക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗവൺമെന്റ് സ്കൂളിലോട്ട് അവരുടെ പോരായ്മ നോക്കേണ്ടത്. ഞാൻ പറയാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോ ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ എനിക്ക് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കൂളിനെ കുറ്റം പറയാൻ തോന്നുന്നില്ല. ഒരുപാട് പോരായ്മകളുണ്ട്, സമ്മതിക്കുന്നുണ്ട്. നമ്മള് ഗവൺമെന്റ് സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് പോരായ്മയായി തോന്നിയ ഒരുപാട് കാരണങ്ങളെ കൊണ്ടാണ് ഇപ്പൊ മക്കളെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലേക്ക് വിടാതെ പ്രൈവറ്റ് സെക്ടറിലേക്ക് വിട്ടത്. പിന്നെ പക്ഷെ ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിൽ ഇല്ലാത്ത പല കാര്യങ്ങളിലും ഗവൺമെന്റ് സ്കൂളുകളിലുണ്ട്. അതെനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഗവൺമെന്റില് നല്ല വലിയ വലിയ അറിവുള്ള ഒരുപാട് പേര് കൊണ്ടുവരുന്ന ഒരുപാട് സ്കീമുകളുണ്ട്. കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയുള്ള സ്കീമുകൾ ഗവൺമെന്റ് സ്കൂളുകളിൽ ധാരാളം ഉണ്ട്. അത് പ്രൈവറ്റ് സ്കൂളുകളിൽ ഉണ്ടാവില്ല. അത് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ പുതിയ ഒരു നവോത്ഥാനം എന്നുള്ള രീതിക്ക് പുതിയ പുതിയ സ്ട്രക്ചറിലാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് തലത്തിൽ അവർ കൊടുക്കുക. പ്രൈവറ്റിൽ വെച്ചാൽ ഒരു സ്പൂൺ ഫീഡിങ് ലെവൽ അങ്ങനെയാണ്. അപ്പൊ കുറച്ച് നല്ലതൊക്കെ ഗവൺമെന്റ് തലത്തിൽ തന്നെ ആയിരിക്കും. കാരണം ഗവൺമെന്റ് സ്റ്റാഫുകൾ മുഴുവനും നല്ല വെൽ എഡ്യൂക്കേറ്റഡും നല്ല ടാലന്റഡും ആണ്. അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അവിടെ ഗവൺമെന്റ് സ്കൂളിൽ കയറി പറ്റുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല.
ടീച്ചേഴ്സ് സ്കിൽഡ് ആണ്, ടാലന്റഡ് ആണ്. അവരുടെ കീഴിൽ പഠിക്കണം എന്നുള്ള കുട്ടികൾക്ക് നന്നായിട്ട് തന്നെ പഠിക്കാം, അച്ചടക്കത്തോട് കൂടിയിട്ട്. കാരണം വഴി തെറ്റി പോണതും അത് കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. സ്കൂളിൽ മര്യാദയ്ക്ക് ഇരിക്കണം എന്നുള്ളത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാതെ കുട്ടികൾ വേറെ എന്തെങ്കിലും പോകണ്ടെങ്കിൽ അത് കുട്ടികളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. അപ്പൊ അത് പാരന്റ്സ് ആണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. അവനവന്റെ കുട്ടികൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് സ്കൂളുകാരെ കുറ്റം പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, പാരന്റ്സ് ആണ് ഫസ്റ്റ് നടപടി. സ്കൂളിനെ കുറ്റം പറയണത് കറക്റ്റ് അല്ല. നമുക്ക് വേണമെങ്കിൽ സജഷൻസ് പറയാം കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ. എങ്കിലും ഗവൺമെന്റ് സ്കൂൾ പറയുമ്പോൾ ടീച്ചേഴ്സിന് ആ ഒരു വർക്കിംഗ് അവറിലുള്ള ആ ഒരു ശ്രദ്ധ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അതിനപ്പുറം അവർക്ക് ഒരു പാരന്റ് ആയിട്ട് അവിടെ ടീച്ചർക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അപ്പൊ ടീച്ചറുടെ കടമയായി പഠിപ്പിക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ടീച്ചർ ചെയ്യുന്നുണ്ടാവും. അത് അനുസരിക്കാത്തത് കുട്ടികളുടെ ഫോൾട്ടാണ്, അല്ലെങ്കിൽ കുട്ടികളെ അങ്ങനെ ശീലിപ്പിക്കാത്ത പാരന്റ്സിന്റെ ഫോൾട്ടാണ്. നല്ല നല്ല കാര്യങ്ങളും സ്കീമുകളും ഗവൺമെന്റ് സ്കൂളിൽ ഉണ്ട്. പിന്നെ അതൊന്നും നടപ്പിലാക്കാത്തത് ഗവൺമെന്റ് സ്കൂളിന്റെ ആ ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാം ഫണ്ടും എല്ലാം ഉണ്ടാവും, അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാതെ ചിലവർക്ക് പോകുന്നുണ്ടാവാം ചില സ്കൂളുകളിൽ. മേ ബി അത് വേണമെങ്കിൽ സ്കൂളിന്റെ പോരായ്മയായിട്ട് പറയാം. പിന്നെ ഫെസിലിറ്റി കുറവാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ പൊതുവെ. ഈ ബാത്റൂം, പിന്നെ ലാബ് സൗകര്യങ്ങൾ, ലൈബ്രറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പിറകിലാണ്. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം നല്ല മാറ്റം ഉണ്ടെന്നാണ് തോന്നുന്നത്. കുട്ടികൾക്ക് ഈ പ്രൈവറ്റ് പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ വിടാം, വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും പിന്നെ നമുക്കുണ്ടായ പോരായ്മ മക്കൾക്ക് വേണ്ടാന്നുള്ളൊരു, ഇനിയും അവർക്ക് പെട്ടെന്ന് കുറച്ചും കൂടി നല്ല രീതിക്ക് ആയിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ് പ്രൈവറ്റിൽ വിടുന്നത്. എന്നാലും ഗവൺമെന്റ് സ്കൂളിനെ മിസ് ചെയ്യുന്നുണ്ട് മക്കളുടെ കാര്യത്തിൽ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഗവൺമെന്റ് സ്കൂൾ, സ്പോർട്സ് വൈസ്, പിന്നെ കലാപരമായിട്ടുള്ളത്. പക്ഷെ ഓപ്പർച്യൂണിറ്റി കുറയും. ഈ 1000 കുട്ടികളിൽ കുറച്ചൊരു 10 പേർക്കേ ആ ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. പക്ഷെ പ്രൈവറ്റ് സ്കൂളിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ സമയത്ത് എല്ലാവർക്കും പറയുന്ന ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷെ ആ ഒരു ക്വാളിറ്റി എല്ലാവർക്കും ഉണ്ടാവുമെന്ന് അറിയില്ല. പ്രൈവറ്റ് സ്കൂളിൽ മിക്കവാറും ടീച്ചേഴ്സ് പാരന്റ്സിനെ പിഴിഞ്ഞ് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവന്ന് അതിന്റെ പേര് അവർ തട്ടിയെടുക്കുകയാണ് പ്രൈവറ്റ് സ്കൂൾ. പക്ഷെ ഗവൺമെന്റ് സ്കൂളുകളിൽ അങ്ങനെയല്ല, എല്ലാത്തിനും പീരീഡ് ഉണ്ട്. അതിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് അവരെ പ്രോത്സാഹിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി വേറെയാണ് കുട്ടികൾക്ക്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് ശരിക്കും പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പോയ കുട്ടികളുടെ സ്കില്ല് അതൊരു എക്സ്ട്രാ ഓർഡിനറി തന്നെ ആയിരിക്കും. ഈ പ്രൈവറ്റ് സ്കൂളിൽ ഈ സ്പൂൺ ഫീഡിങ്ങിൽ വളരുന്ന കുട്ടികളെ അപേക്ഷിച്ച് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ അടിപൊളിയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഈ കഞ്ചാവ്, പിന്നെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഇല്ല അതിന്. ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികൾ വഴിതെറ്റുന്നുണ്ടോ അതിന് വേണമെങ്കിൽ ഒരു യൂണിറ്റ് വെക്കാം ഒരു സ്കൂളിൽ, ഒരു കമ്മ്യൂണിറ്റി, ഒരു ടീമോ വെച്ചിട്ട് ഇങ്ങനത്തെ അതർ ആക്ടിവിറ്റീസ്, പാഠ്യേതര കാര്യങ്ങളിൽ നിന്ന് കുട്ടികൾ വ്യതിചലിച്ച് ഇങ്ങനെ എന്തെങ്കിലും പോകണ്ടോ എന്നുള്ളത് ചെയ്യാൻ ഒരു സ്ക്വാഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് തോന്നുന്നു കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഇങ്ങനെ ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോൾ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ആ കുട്ടികളുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഉണ്ടോ എന്നുള്ളതൊക്കെ അവരൊന്ന് ചെക്ക് ചെയ്യേണ്ടതൊക്കെ അത്യാവശ്യമാണ്. പിന്നെ അത് ചിക്കുമോള് പറഞ്ഞ പോലെ റിപ്പയറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് റിപ്പയർ അയച്ചിട്ട് അങ്ങനെ അത് വിടാനും ചാൻസ് കൂടുതലാണ്. പക്ഷെ ടീച്ചേഴ്സ് നല്ല സ്കിൽഡ് ആണ്. പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നവരെക്കാളും സ്കിൽഡ് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ ലാംഗ്വേജിന്റെ ഗ്രാമർ വൈസ് ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നില്ല കറക്റ്റ് ആയിട്ട്. കാരണം ഫോളോ ചെയ്യുന്ന ബുക്കിന്റെ ഫോൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സാം പാറ്റേണിന്റെ ഫോൾട്ട് ആയിരിക്കാം, അങ്ങനെയാണ് തോന്നിയത്. ഇപ്പോൾ എന്തായാലും ഗവൺമെന്റ് സ്കൂളിനെ കുറ്റം പറയാൻ പറ്റില്ല. നല്ലതാണ്, നല്ല സ്കീമുകളുണ്ട്. പിന്നെ കുറച്ചും കൂടിയും ഇതേപോലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഒരു സ്ക്വാഡ്, എന്താ പോരായ്മ വെച്ചാൽ അത് കറക്റ്റ് ചെയ്താൽ മതിയാവും. അതും നമ്മൾ ഇപ്പൊ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ വെട്ടിച്ചിട്ട് ഗവൺമെന്റ് മുന്നിലേക്ക് വരണമെന്ന് ഞാൻ നല്ലോണം പ്രത്യാശിക്കുന്ന ഒരാളാണ്. താങ്ക് യു. അങ്ങനെ നടക്കുമോ? പക്ഷെ എന്താണ് മാം? അങ്ങനെ നടക്കുമെന്ന് തോന്നണില്ല. ഇതിപ്പോ ഈ ആളുകൾ ശരിയല്ല, അതിന്റെ പ്രശ്നം. നമ്മൾ നേരിട്ട് ഇറങ്ങേണ്ടി വരും, അത്രേ ഉള്ളൂ. ശ്രമിക്കാം. അതെ ശ്രമിക്കണം. അതെ.
നമ്മൾ പറഞ്ഞ പോലെ തന്നെ സുരക്ഷ അല്ലെ സേഫ്റ്റി ആണ് ഇത്തിരി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോ ഗവൺമെന്റ് സ്കൂളിലൊക്കെ എന്താ കഞ്ചാവ് മയക്കുമരുന്നൊക്കെയാണ് അല്ലെ, പല കുട്ടികളും മയക്കുമരുന്നൊക്കെ അടിച്ചിട്ടാണ് ക്ലാസ്സിൽ വന്ന്. ഞങ്ങള് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത്, BEd കഴിഞ്ഞിട്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്തൊക്കെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടികളൊന്നും ഇല്ല, പക്ഷെ ചിലപ്പോ ഒരു 10-15 പേരൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ആൺകുട്ടിയാണ്. അപ്പൊ അവൻ വന്നിട്ട് തോന്നിയ നേരത്തെ ക്ലാസ്സിൽ വരാം, കയറി ഇരിക്കാം, ബാക്ക് ബെഞ്ചിൽ പോയിട്ട് കിടക്കാം, അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അവൻ മയക്കുമരുന്നിന് അഡിക്റ്റ് ആണ്. അപ്പൊ സാറിനോട് പ്രിൻസിപ്പലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് പറയാണ്, ഒന്നാമത്തെ നമുക്ക് എന്തെങ്കിലും മേലിലോട്ടൊക്കെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഭാവി പോകും, ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നടക്കേണ്ടതായിട്ട് വരും. അവർക്ക് അത് താല്പര്യമില്ല. എന്തൊരു രീതിയിലാണ് അവര് പ്രിൻസിപ്പളൊക്കെ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അപ്പോ ആ കുട്ടിയെ നന്നാക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല, കുട്ടിയോട്ട് നന്നാവുകയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ പാരന്റ്സ് ആണെങ്കിൽ ചിലപ്പോ കെയർ ചെയ്യുന്നുണ്ടാവില്ല കാര്യമായിട്ട്, അതുകൊണ്ടായിരിക്കാം കുട്ടി അങ്ങനെ പോകും. എല്ലാ കാര്യങ്ങളും എന്താ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ആയാലും അതുപോലെ തന്നെ പാരന്റ്സ് ആയാലും കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കെയർ ചെയ്യേണ്ടതായിട്ടുള്ള, വീട്ടിലാകുമ്പോ വീട്ടില് നല്ല രീതിയിൽ ശ്രദ്ധിക്കാം, സ്കൂളിൽ വരുമ്പോ സ്കൂളിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. പക്ഷെ രണ്ടുപേരും അതനുസരിച്ച് ഒരു കെയർ കൊടുക്കാത്തത് കൊണ്ടാവാം ആ കുട്ടി അങ്ങനെ പോയത്. വേറെ ആരാ? ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്കൂളിൽ സ്ട്രെങ്ത് വളരെ കുറവല്ലേ മാം, പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ? ടീച്ചേഴ്സും സ്കില്ലാണോ അവിടെ? ടീച്ചേഴ്സ് എല്ലാ ഉണ്ട് സ്കില്ലും അങ്ങനത്തെ അതിൽ നല്ല രീതിയിലുണ്ട്, മികച്ചതാണ് ടീച്ചേഴ്സ്. പക്ഷെ ചിലപ്പോ ഫെസിലിറ്റീസിന്റെ കാരണങ്ങളോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കാം. ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോ ഇംഗ്ലീഷ് പഠിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടെന്നുള്ളത് ശരിയാണ്, എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാ പാരന്റ്സിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള ആ സാഹചര്യം വേണ്ട, നല്ല രീതിയിൽ കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരണം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ CBSE ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഫീസും എല്ലാ കാര്യങ്ങളും കൂടുതലാണ്, നമ്മൾ അങ്ങോട്ട് ഫീസ് കൊടുത്താണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെ. പക്ഷെ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിലോ കുട്ടികൾ കുറവായതുകൊണ്ട് തന്നെ അവര് യൂണിഫോം അതുപോലെ തന്നെ ബാഗ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടാണ്, അവർ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഇറക്കിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നത്. എന്നിട്ടാണ് പിന്നെ സ്കൂൾ തുറക്കുന്ന ടൈമിലൊക്കെ എന്താ അവര് നമ്മളെ വീട്ടിലൊക്കെ വരാറുണ്ട് ഇല്ലേ കുട്ടികള്. ഇപ്പോ എന്താ ഇങ്ങനെ കുട്ടികളെ പിടിക്കാൻ വരുന്ന ഒരു ഇത് കണ്ടിട്ടില്ലേ? അങ്ങനെ നമ്മളുടെ വീട്ടിലൊക്കെ വന്നിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നത് അല്ലെ, നമ്പറൊക്കെ എടുത്ത് അല്ലെങ്കിൽ ബാഗ് തരാം, ബുക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ ഇപ്പൊ കുട്ടികൾ കുറവാണ്, അപ്പൊ അതിനനുസരിച്ച് ഒരു കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ ഡെയിലി വെജിന് പോയിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂളിൽ. അപ്പോ അവർക്ക് ഉച്ചഭക്ഷണമൊക്കെ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡൊക്കെയാണ്, പാല് അതുപോലെ തന്നെ ഇടയ്ക്ക് പായസം ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ ഉച്ചക്കഞ്ഞൊക്കെ 2-3 തരം കറിയൊക്കെ വെച്ചിട്ടാണ് അവര് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്. മുട്ടയുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ഡിപ്പനായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് ആണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലാണ് അവർ നടത്തുന്നത്. CBSE സ്കൂളിലാകുമ്പോ എല്ലാവരും കയറ്റി നിർത്തും. ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം എന്താ ആനുവൽ ഡേയിൽ ഞാൻ എന്റെ മോളെ ചേർത്തിയില്ല. കാരണം എന്ന് വെച്ചാൽ അവര് പറയുന്ന ടൈമിൽ ഇപ്പൊ 2:30 കൊണ്ടുപോവാ, അല്ലെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യാം, 3 മണി 4 മണിയൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാം. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് ഓഫീസിൽ വരണം, ജോലി ചെയ്യണം, അപ്പോ വീട്ടിലാരുമില്ലാത്ത കാരണം അങ്ങനെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ചിലപ്പോ എന്താ സ്റ്റേജിലൊക്കെ കയറി നിൽക്കുമ്പോ ഒരു 10-20 പിള്ളേരുണ്ടാവും. അതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ കൊച്ചെവിടെയാണെന്ന് നമ്മൾ ഇങ്ങനെ കണ്ടെത്തണം, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ അതുപോലെ തന്നെ എന്താ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഡാൻസ് ആണെങ്കിലും ചിലപ്പോ എനിക്ക് അത്ര താല്പര്യം തോന്നിയിട്ടില്ല. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പെർഫെക്റ്റ് ആണെന്നോ അങ്ങനെ ഒരു നല്ലൊരു ഇതാണെന്ന് തോന്നിയിട്ടില്ല. നമ്മള് ചിലപ്പോ ഉടുപ്പിന്, ഡ്രസ്സിന്, ഫ്രോക്കിന് പൈസ കൊടുക്കണം. അതുപോലെ തന്നെ മേക്കപ്പ് കാര്യങ്ങൾ ഇതിനൊക്കെ ചിലപ്പോ 2000-3000 വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും.
പക്ഷെ നമുക്ക് അതിനുള്ള പൈസയും അതുപോലെ തന്നെ ടൈമും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചേർക്കുന്നില്ല. നമ്മള് പേരൻസിനെ പിഴിഞ്ഞ് ഓരോ കാര്യങ്ങൾക്കായാലും യൂണിവേഴ്സിറ്റിയില് അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതൊക്കെ എന്താ CBSE സ്കൂളായിട്ടുണ്ടെങ്കിലും പാരന്റ്സിനെ പിഴിഞ്ഞ് കാശ് എടുക്കുക അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പൊ CBSE സ്കൂളും ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് സ്കൂളിലാകുമ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഇല്ല. ഓക്കെ, എന്താണ് ഗവൺമെന്റ് സ്കൂളിലായാലും ഇപ്പൊ എന്റെ മോന്റെ കാര്യം പറഞ്ഞാൽ അവൻ 1000 രൂപ ഇപ്പൊ കലോത്സവത്തിന് വേണ്ടി ചോദിച്ചിരിക്കുന്നു. ചോദിച്ചിട്ടുണ്ടല്ലേ? അതിനകത്ത് 1000 രൂപ നാട്ടിൽ തന്നെ നമുക്ക് സ്കൂൾ ഫീസ് മീൻസ് ഡ്രസ്സും മേക്കപ്പും വരുന്ന പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറുടെ ചാർജും 1000 രൂപയ്ക്കകത്ത് തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. സുബി ഡൽഹിയിലാണോ അവിടെ ഇപ്പൊ? ഡൽഹിയിലാണോ? ഇല്ല, ഇപ്പൊ ഞാൻ നാട്ടിൽ 5 വർഷമായി നാട്ടിൽ സെറ്റിൽ ആയിട്ട്. എവിടെ നാട്? സുബിയുടെ നാട് എവിടെയാ? തിരുവല്ല. മീൻസ് ഇപ്പൊ എന്നെ കെട്ടിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോന്നിയില്ല. പിന്നെ മോനെ ഞാൻ വിടുന്നത് കോന്നിയിൽ തന്നെ നമ്മുടെ LP സ്കൂളിലാണ് വിടുന്നത്. 2-3 പിള്ളേരുണ്ട്, 2 പേരെ ഇവിടെ വിടുന്നത് ഗവൺമെന്റ് സ്കൂളില്. നേരത്തെ അവനെ ചേർത്തത് പ്രൈവറ്റ് സ്കൂളിലായിരുന്നു. അപ്പൊ അവിടെ ഭയങ്കര ഫീസ്, മീൻസ് ബസ് ഫീസ് തന്നെ 1000 രൂപ, അത് കൂടാതെ തന്നെ 1500 രൂപ സ്കൂൾ ഫീസ്. അപ്പൊ അത് തന്നെ ഒരു നല്ലൊരു എമൗണ്ട് ആകും. അപ്പൊ ഈ 3 പിള്ളേരും കൂടെ ഒന്നിച്ച് സ്കൂളിൽ പോകാറാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു മീഡിയം ഫാമിലിക്ക് ഒത്തിരി എഫേർട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. പക്ഷെ ഇപ്പൊ ഞാൻ വിട്ടിരിക്കുന്ന സ്കൂളിനകത്ത് തന്നെ LKG UKG കയറിയപ്പോൾ തന്നെ നമുക്ക് ക്ലാസ്സിൽ തന്നെ ക്യാമറ ഉണ്ട്, പ്രിൻസിപ്പളുടെ റൂമിനകത്ത് ക്യാമറ ഉണ്ട്, എന്ത് മോണിറ്റർ. നമുക്ക് ടീച്ചർമാർക്ക് അവിടെ വടിയെടുക്കാൻ പറ്റത്തില്ല, നമ്മളിങ്ങനെ ചൂണ്ടി കാണിക്കത്തില്ല, അതുപോലും പറ്റത്തില്ല. ക്യാമറയിൽ എപ്പോഴും മോണിറ്ററിംഗ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ ഇപ്പം ഞാൻ ലാസ്റ്റ് PTA മീറ്റിംഗ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ PTA മീറ്റിംഗിൽ ഒരു BEd കാരത്തി ടീച്ചറാ മോനെ സ്കൂളിൽ ചേർത്തിട്ടേക്ക്. പക്ഷെ ആ കുഞ്ഞിന് 1ാം ക്ലാസ്സിലായിട്ടും ABCD എന്തുവാ എന്തുവാന്ന് അറിയത്തില്ല. 1ാം ക്ലാസ്സിലായി, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. PTA മീറ്റിംഗിൽ വിളിച്ചാൽ പോലും പുള്ളിക്കാരത്തി BEd പഠിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഒരു ടീച്ചറുടെ കുട്ടി ആകുമ്പോൾ അവന് കുറച്ചും കൂടെ നല്ലപോലെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കും. അതുപോലെ ഇല്ല. ഷീ ഓൾവേസ് ടീച്ചർ, അവളുടെ എന്റെ മോന്റെ ക്ലാസ് ടീച്ചർ പറയും, ഈ പുള്ളിക്കാരത്തി എപ്പോ വിളിച്ചാലും പുള്ളിക്കാരത്തി സമയമില്ല. BEd കാരത്തി ആണെന്ന് പറഞ്ഞിട്ട്, ടീച്ചർ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് നാണക്കേട് തോന്നും. ഒരു ടീച്ചറുടെ മോനോ ഒന്നും അറിയത്തില്ല എന്ന്. അപ്പൊ പുള്ളിക്കാരത്തി തന്നെ പറയുന്ന, നമ്മൾ ഗവൺമെന്റ് സ്കൂളിൽ ഓൾ പാസ് അല്ലേ 8ാം ക്ലാസ് വരെ, അതുകൊണ്ട് നമ്മൾ അങ്ങ് വിടുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പിന്നെ 9ാം ക്ലാസ്സിലാവുമ്പോഴത്തേക്ക് പിള്ളേർ മീൻസ് ഫെയിൽ ആയി വരുമ്പോൾ പറയും, അയ്യോ സ്കൂളിൽ ടീച്ചർമാർ ഒന്നും ശ്രദ്ധിച്ചിട്ട്. ടീച്ചർ തന്നെ പറയുന്നു, PTA മീറ്റിംഗിൽ പോയാൽ തന്നെ മൊത്തം സ്കൂളിൽ ഒരു 1000 പിള്ളേർ ഉണ്ടെങ്കിൽ 10-20 പേരൻസ് മാത്രം കാണത്തുള്ളൂ PTA മീറ്റിംഗിൽ. റിപ്പോർട്ട് കാർഡ് മേടിക്കാൻ പോലും പേരൻസ് വരാൻ സമയമില്ല. ഇനി വരുന്ന ഈ 10-20 പേരൻസ് എന്ന് പറഞ്ഞാൽ അവര് മീൻസ് അവർക്ക് കുറച്ച് പിള്ളേരുടെ ഭാവിക്ക് വേണ്ടി കുറച്ച് ഇത് ശ്രദ്ധിക്കാനുള്ള തോന്നുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഇപ്പം ഞാനിപ്പോ തന്നെ ഒരു പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് പോലും ഞാൻ മിസ് ചെയ്യത്തില്ല. അതുപോലെ എല്ലാ ആഴ്ച ഞാൻ 2 പിള്ളേരുടെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും, എങ്ങനെയാ പിള്ളേർ പഠിക്കുന്നുണ്ടോ ഇല്ലയോ, എല്ലാ സ്റ്റെപ്പ് കറക്റ്റ് ആണോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കണം. അപ്പോഴേ അവർ നമ്മളുടെ പിള്ളേരെ ശ്രദ്ധിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ പഠിച്ച ഗവൺമെന്റ് സ്കൂളിലെ വന്നത് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ആരെങ്കിലും ഇപ്പൊ ഗൂഗിൾ സെർച്ചിന് BM ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഒരു 120 വർഷം പഴയ സ്കൂളാണ് ഞാൻ പഠിച്ചത്. അത് മീൻസ് ആ ഏരിയയുടെ ഏറ്റവും നല്ല പ്രൈവറ്റ് സ്കൂളിനെക്കാളും നല്ല ഫെസിലിറ്റീസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അവിടെ ബാസ്കറ്റ് ബോൾ ആയാലും ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും എല്ലാ സാധനത്തിന് സ്പെഷ്യൽ ഇൻസ്ട്രക്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി ബാക്ക്വേർഡ്സ് ആണ്. പക്ഷെ ബാക്ക്വേർഡ്സ് ആക്കുന്നത് നമ്മൾ തന്നെയാണ്. ബിക്കോസ് പേരൻസെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം ആസ് എൻ എക്സാമ്പിൾ, നമ്മൾ പിള്ളേരെ വീട്ടിൽ പഠിപ്പിച്ചാലല്ലേ പിള്ളേർ മുമ്പിലോട്ട് പോയി പഠിക്കത്തുള്ളൂ. അപ്പൊ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ പഠിക്കത്തില്ല, പരീക്ഷയ്ക്ക് മാർക്ക് പോയി കുഴപ്പമില്ല 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് മലയാളം മീഡിയത്തിൽ പഠിക്കാം. ആ ഒരു തോട്ട് പ്രോസസ് ആകാൻ പല പേരൻസിന്റെ വായന കേട്ടിട്ടുള്ളതാ. ഇംഗ്ലീഷ് മീഡിയം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാരമില്ല, മലയാളം മീഡിയത്തിൽ നമ്മൾ പഠിക്കാം. അവരുടെ തോട്ട് പ്രോസസ് എന്താ, ഒരു 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി, അത് കഴിഞ്ഞിട്ട് IT അങ്ങ് വിടാം. അപ്പൊ നമ്മൾ തന്നെ നമ്മളുടെ പിള്ളേരെ തള്ളി താഴോട്ട് ഇടുക, മുമ്പോട്ട് കൊണ്ടുപോകല്ല. അപ്പൊ എല്ലാ പിള്ളേരും ഒരുപോലെ ആകണം എന്ന് നിർബന്ധമില്ല. ചില പിള്ളേർക്ക് ഇച്ചിരി കൂടുതൽ ഹെൽപ്പ് വേണം, ചില പിള്ളേർക്ക് കുറച്ച് ഹെൽപ്പ് മതി. ചില പിള്ളേർക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും, ചില പിള്ളേർക്ക് തലകുത്തി പറഞ്ഞാലും നമ്മൾ അവർക്ക് മനസ്സിലാക്കും. നമ്മൾ അതിനായുള്ള എഫേർട്സ് പേരൻസും എടുക്കണം, ടീച്ചേഴ്സും എടുക്കും. പേരൻസ് എടുത്താലേ ടീച്ചേഴ്സിന് ആ ഫീൽ വന്നാലേ ടീച്ചേഴ്സും എടുക്കത്തുള്ളൂ. അത് പ്രൈവറ്റ് സ്കൂളിലായാലും ഗവൺമെന്റ് സ്കൂളിലായാലും. പക്ഷെ പ്രൈവറ്റ് സ്കൂളിലാകുമ്പോൾ നമ്മളുടെ ഡെയിലി സ്കെഡ്യൂളിനകത്ത് അവർ പറയും, ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഒരു
കുട്ടി ഫെയിൽ ആയെങ്കിൽ അതിന്റെ കാരണം അവർ നമ്മളോട് ചോദിക്കും. പക്ഷെ ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനൊന്നും ചോദിക്കത്തില്ല. അതായത് എനിക്ക് തോന്നുന്നു ഇത്രയും പുറകിലോട്ട് സ്പെഷ്യലി കേരളയില് ഇങ്ങനെ പിള്ളേർ പോകുന്നുണ്ട്. പിന്നെ കഞ്ചാവും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് സ്കൂളിലായാലും പ്രൈവറ്റ് സ്കൂളിലായാലും പോകേണ്ട പിള്ളേർ പോകും. ബിക്കോസ് പ്രൈവറ്റ് സ്കൂളിലായാലും കേസസ് വെളിയിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. അവർ അകത്ത് തന്നെ മാനേജ്മെന്റ് ഒതുക്കുക, പൈസ കൊടുത്തിട്ടാണോ എങ്ങനെ ആയാലും. ബിക്കോസ് ഇപ്പം എന്റെ അടുത്ത് തന്നെ മൗണ്ട് ബെഥനി എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. കഴിഞ്ഞിടെ നമ്മൾ വാർത്തയിൽ തന്നെ അടുത്ത് ആ സ്കൂളിൽ പഠിക്കുന്നുള്ള കുട്ടി തന്നെ പറഞ്ഞ ഒരു കുട്ടി പ്രഗ്നന്റ് ആയി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. പക്ഷെ വാർത്തയിലൊന്നും വന്നില്ല. അവരുടെ ഇമേജ് പോകും, മനസ്സിലായി. അപ്പൊ അത് കേസസ് വെളിയിൽ വരുന്നില്ല, അതുകൊണ്ട് അറിയുന്നില്ല. ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് കേസസ് പെട്ടെന്ന് വെളിയിൽ വരും. ബിക്കോസ് ആൾക്കാർ ഇങ്ങനെ നോക്കി നടക്കുവോ ഗവൺമെന്റ് സ്കൂൾ എങ്ങനെയാലും താത്താ മതി. അതുകൂടാതെ തന്നെ പ്രൈവറ്റ് സ്കൂളിൽ തന്നെ നോക്കി നടക്കും. അവർക്ക് ഇച്ചിരി കൂടെ പിള്ളേർ കിട്ടുന്ന ഓരോ ബിസിനസ് മൈൻഡ്. ഇപ്പൊ പ്രൈവറ്റ് സ്കൂളിനെ സംബന്ധിച്ച് പഠിക്കാൻ മൊത്തം ബിസിനസ്, പൈസ മാത്രമേ ഉള്ളൂ. അവർ എഡ്യൂക്കേഷൻ അല്ല, അവർ പൈസ ഉണ്ടാക്കുന്ന എങ്ങനെയും പൈസ ഉണ്ടാക്കുന്ന പുസ്തകം വരെ പെൻസിൽ വരെ സ്കൂളിൽ നിന്ന് മേടിക്കണം. അങ്ങനെ ഒരു നിർബന്ധം പ്രൈവറ്റ് സ്കൂളിലുണ്ട്. ഗവൺമെന്റ് സ്കൂളിൽ അവരെന്ത് പറയുന്നത്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ മേടിച്ചാൽ മതി, നിങ്ങൾ സാധനം പിള്ളേർക്ക് കൊടുത്തു വിട്ടാൽ മതി എന്ന് മാത്രം അവർ പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ എന്റെ കുട്ടിയെ ഞാൻ വിടുന്ന സ്കൂള് ഉണ്ട്, അവിടെയും ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലാത്തില്ല. പക്ഷെ നമ്മളും കൂടെ ശ്രദ്ധിക്കണം പിള്ളേർ. നമ്മൾ ശ്രദ്ധിച്ചാലേ ടീച്ചേഴ്സിനും അവിടെയൊക്കെ ശ്രദ്ധിക്കത്തുള്ളൂ. ബിക്കോസ് ഇപ്പൊ 1ാം ക്ലാസ്സിന്റെ കുട്ടിയെ ഇപ്പൊ ഞാൻ പറഞ്ഞു അവരുടെ സിലബസിന്റെ പുതിയ സിലബസ് വന്നിരിക്കുന്നത്. ഈ മോണ്ടിസറി സിലബസ് ആയി അവർക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഒരു ചിത്രം കാണിച്ചിട്ട് ഒരു കഥ എഴുതാൻ പറഞ്ഞാൽ 1ാം ക്ലാസ്സിന്റെ കുട്ടി എങ്ങനെ എഴുതും? അതിപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കഥ എഴുതുന്ന പറഞ്ഞാൽ ഒരു 5, 6 നമ്മളൊന്ന് നല്ലപോലെ എഴുതാൻ തുടങ്ങിയത്. ഒരു 1ാം ക്ലാസ്സിന്റെ കുട്ടിയെ നമ്മൾ എഴുതാൻ പറഞ്ഞാൽ ഓബ്വിയസ്ലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. അവരുടെ സിലബസിനകത്ത് പരീക്ഷയ്ക്കകത്ത് ഈ ഡിസംബറിൽ ഇപ്പൊ പരീക്ഷ നടക്കാൻ അതിനകത്ത് അവരുടെ ഒരു ആക്ടിവിറ്റി അത് ഒരു കഥ ഒരു ഇത് ഫോട്ടോ കാണിക്കും. അതിനകത്ത് നിങ്ങൾ 3 or 4 ഫോട്ടോ കാണും. അത് ക്രോസ് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു കഥ എഴുതണം, ഇല്ലെങ്കിൽ ഡയറി എഴുതണം. 4 or 5 ലൈൻസും വേണം. അതും ആ ഫോട്ടോ കൊടുക്കുന്നത് ഞങ്ങൾ നേരത്തെ നമുക്കറിയത്തില്ല, ഏതെങ്കിലും ഒരു ഫോട്ടോ ആ സമയത്തിൽ അവർ തരും. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് വേയിൽ നമ്മൾ പഠിത്തം ഓക്കെ ഗവൺമെന്റ് സ്കൂളിൽ മുമ്പിലോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാലും പിള്ളേർക്ക് താങ്ങാൻ പറ്റുന്നേ താങ്ങത്തുള്ളൂ, അത് കൂടുതൽ താങ്ങത്തില്ല. ഇപ്പൊ നമ്മള് വാർത്തയിലൊക്കെ കാണുന്നുണ്ട് ബാഗ്സിന്റെ ഷോൾഡർ ബാഗ് കുറയ്ക്കണമെന്ന്. പക്ഷെ ഒരു സബ്ജക്റ്റിന് തന്നെ 3 പുസ്തകമുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ ആക്ടിവിറ്റി ബുക്ക് ഉണ്ട്, വർക്ക് ബുക്ക് ഉണ്ട്, പിന്നെ അവരുടെ നോട്ട്സ് ബുക്ക് ഉണ്ട്. ഇത് എല്ലാ ടേമിൽ 3 ഉണ്ട്. അപ്പൊ തന്നെ ഒരു ബുക്കിന് തന്നെ 9 പുസ്തകമുണ്ട്. അപ്പൊ അതൊക്കെ മീൻസ് പക്ഷെ പ്രൈവറ്റ് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ അറിയത്തില്ല. നമുക്ക് ഡൽഹിയിലാണെങ്കിൽ പിള്ളേരുടെ പുസ്തകമൊക്കെ നമ്മൾ അവിടെ തന്നെ മേടിച്ച് വെക്കുമായിരുന്നു. അടുത്ത ദിവസം പിള്ളേർ വരുമ്പോൾ അവർക്ക് ഈ ഹോംവർക്കിന് കൊടുത്തു വിടുന്ന പുസ്തകം മാത്രം നമ്മൾ കൊടുത്തു വിടും. പിന്നെ നമ്മളുടെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഇപ്പൊ അവധിയല്ലേ. അപ്പൊ സാറ്റർഡേ അവധി ആണെങ്കിൽ ആ ദിവസം നമ്മൾ പുസ്തകം കൊടുത്തു വിടും. അങ്ങനെ അവിടുത്തെ കൾച്ചർ പല സ്കൂളില്. പക്ഷെ ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ പിള്ളേരെ സ്കൂളിൽ വിടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ. എന്റെ മോൾക്ക് UKG LKG വെച്ചിട്ട് ഈ ഫ്രൈഡേ മാത്രം ബുക്ക് കൊടുത്തു വിടുള്ളൂ. ബാക്കിയുള്ള അവിടെ വെച്ച് ചെയ്യിപ്പിച്ച് അവിടെ വെക്കുള്ളൂ ബുക്ക്. പക്ഷെ 1ാം ക്ലാസ്സിലായപ്പോ നല്ല ലോഡാ ബുക്ക്. പിള്ളേര് താങ്ങാൻ പറ്റുന്നില്ല. പിള്ളേർ കുഞ്ഞിങ്ങനെ നടക്കുക. സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓടിപ്പോയി ബാഗ് ആദ്യം മേടിക്കുന്നത്. പിള്ളേർ പറഞ്ഞാൽ അതിന്റെ പുറത്ത് നമ്മൾ കൊടുത്തു വിടുന്ന ടിഫിനും വാട്ടർ ബോട്ടിലും അതെല്ലാം അതിന്റെ എക്സ്ട്രാ അതാ പറയുന്നത്. അവർ പറഞ്ഞ മമ്മിക്ക് വേറെ ഒരു പണിയില്ല, ഞാൻ വെള്ളം കുടിക്കാതെ അവിടെ നിന്നോളാം. അത്രയും കാലുവേദന എടുക്കണമെന്ന് പറയേണ്ട കരച്ചിലാണ്. അപ്പൊ നടന്ന് ആ ലോഡൊക്കെ താങ്ങി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ കാലത്ത് ഇപ്പൊ സ്കൂൾ ബസ് ആയാലും 7:30 വരും. അപ്പൊ ഫുഡൊന്നും കഴിക്കാതെയാണ് പോണത്. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും വരുന്നുണ്ട്. ഇപ്പൊ പ്രൈവറ്റില് സ്കൂളിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിനുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റ് സ്കൂളിൽ. കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ പിള്ളേർ ഒത്തിരി സ്റ്റബേർണാ. ബിക്കോസ് ഞാനൊക്കെ സ്കൂളിൽ പോകുന്നത് നമുക്ക് 7:00 സ്കൂളിൽ പോയിട്ട് 1 മണിക്ക് സ്കൂളിൽ തീരും. 1:30-2 മണി ആകുമ്പോൾ നമ്മൾ വീട്ടിൽ. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഹോംവർക്ക് ചെയ്യാൻ, പഠിക്കാനും കളിക്കാനും എന്ത് വേണമെങ്കിലും നമുക്ക് സമയം. ഇവിടെ പിള്ളേർ രാവിലെ 7 മണി തൊട്ട് അവരുടെ ഓട്ടം തുടങ്ങും. വൈകിട്ട് 5 മണി വരെ അവരുടെ ഓട്ടം. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഹോംവർക്ക് തന്നെ തീരത്തില്ല. എന്നിട്ട് പിള്ളേർ പിറ്റേ ദിവസം 4 മണിക്ക് രാവിലെ ഹോംവർക്ക് ചെയ്യാനായിട്ട് എണീക്കാം. പിന്നെ എപ്പോഴാണ് പഠിക്കുന്നത്? അപ്പൊ ഈ പിള്ളേർ മെന്റലി സ്ട്രെസ്ഫുൾ മീൻസ് റിലാക്സ് ആകുന്നില്ല. അതാ എനിക്ക് തോന്നുന്നു ഇത്രയും പിള്ളേര് അവർക്ക് തന്നെ അറിയത്തില്ല. ഒരു സമയം ആവുമ്പോഴത്തേക്ക് 10ാം ക്ലാസ് 12ാം ക്ലാസ് ആവുമ്പോഴത്തേക്ക്
പിള്ളേർ അങ്ങ് അറിയത്തില്ല, അവർ തന്നെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. നല്ലപോലെ വളർന്ന് വരുന്ന പിള്ളേർ ഡൗൺ ആവുക. ബിക്കോസ് അവരുടെ മൈൻഡ് ഓപ്പൺ ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല. അവർക്ക് വേണ്ടിയായിട്ട് സമയം കിട്ടുന്നില്ല. പിന്നെ എവിടെ അവർ എക്സസൈസോ യോഗയോ ഒന്നും ചെയ്യാൻ ആ ഒരു പ്രായം കഴിഞ്ഞിട്ടായിരിക്കും അവർ തുടങ്ങുന്നത്. പക്ഷെ ഇപ്പം ഔട്ട്സൈഡ് ഓഫ് കേരളയുടെ പറഞ്ഞാൽ, ഇപ്പൊ ഔട്ട്സൈഡ് ഓഫ് കേരളയുടെ ഒരു 9ാം ക്ലാസ്സിന്റെ ഇല്ലെങ്കിൽ 8ാം ക്ലാസ്സിന്റെ കുട്ടിയും ഇവിടുത്തെ 12ാം ക്ലാസ്സിന്റെ കുട്ടിയെ നേരെ നിർത്തുവാണെങ്കിൽ നോളജ് വൈസും കമ്മ്യൂണിക്കേഷൻ വൈസ് അവർ ഫാർ ബെറ്റർ ആയിരിക്കും ഔട്ട്സൈഡ് ഓഫ് കേരള. പക്ഷെ ഇവിടുത്തെ പിള്ളേര് എനിക്കറിയത്തില്ല എന്തുവാണെന്ന്, പക്ഷെ ഒത്തിരി പുറകിലോട്ടാ, മീൻസ് ഒത്തിരി ഗ്യാപ്പ്. അത് അവരുടെ ടൈമിങ്ങിന്റെ ആണോ അതോ, പക്ഷെ ഇവിടെ കുറച്ചും കൂടെ നല്ല നോളജും കൊടുക്കുന്നുണ്ട്. അതെ, നോളജ് കിട്ടുന്നുണ്ട് കേരളത്തില് കുട്ടികൾക്ക് ഹിസ്റ്റോറിക്കൽ സാധനത്തിന് വേണ്ടി ഒത്തിരി നോളജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അവിടെയും കൊടുക്കുന്നില്ല എന്നല്ല, പക്ഷെ അവിടെ നമ്മളുടെ ഓൾ ഓവർ ഇന്ത്യയുടെ സംബന്ധിച്ചാണ് കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നത് കേരളയുടെ മാത്രം സംബന്ധിച്ച നമ്മളൊരു ക്ലോസ് ബുക്ക് ആക്കുക കുട്ടികളെ. നമ്മൾ കൊടുക്കുമ്പോൾ എന്തും വിദ്യാഭ്യാസം കൊടുത്താലും സ്റ്റേറ്റ് ലെവൽ ആയാലും നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഇപ്പൊ ലീഡേഴ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ അവർക്ക് കോമൺ ആയിട്ടുള്ള ഭഗത് സിംഗ് ആയാലും അങ്ങനെ വലിയ വലിയ ലീഡേഴ്സിന്റെ കാര്യം ചിലപ്പോഴേ അറിയത്തുള്ളായിരിക്കും. പക്ഷെ ഇവിടെ നാട്ടിലുള്ള ലീഡേഴ്സ്, ജനറൽ ആയിട്ടുള്ള ലീഡേഴ്സ് മാത്രം കാര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസിലായാലും നമ്മുടെ ഏറ്റവും ഫേമസ് കുത്തുബ് മിനാർ, ലോട്ടസ് ടെമ്പിൾ, അവരുടെ ഹിസ്റ്ററി അവർക്ക് അറിയത്തില്ല. താജ്മഹൽ അറിയത്തില്ല അവർക്ക്. ബിക്കോസ് അവരെ പഠിപ്പിച്ചിരിക്കുന്ന കേരളക്കകത്തുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസിന്റെ പല പല കാര്യങ്ങളാണ്. അപ്പൊ അത് മാത്രം പഠിച്ചാൽ പോരാല്ലോ. നമ്മള് ഇന്ത്യയല്ല താമസിക്കുന്നത്, നമ്മള് കേരളം ഒരു വേറെ രാജ്യമല്ല, ഇന്ത്യയില. അപ്പൊ നമ്മൾ ആദ്യം സംബന്ധിച്ച് കുറച്ചുകൂടെ നോളജ് പിള്ളേർക്ക് കൊടുക്കണം. ഇപ്പോഴത്തെ ഈ ഇടയ്ക്ക് വെച്ച് ഈ സിലബസ് മാറ്റിയത് ആകെ കൊളാക്കി. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ വേണ്ട തൊട്ട് പഠിക്കാൻ അവർക്ക് ആ ടൈമിൽ പറ്റണമില്ല. അപ്പൊ എന്തൊക്കെയോ പഠിച്ചു, പക്ഷെ ഒരു കോമൺ ആയിട്ടൊരു പബ്ലിക് എക്സാം വരുമ്പോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ആയിട്ട് എക്സാം വരുമ്പോ ഈ കുട്ടികൾക്ക് നോളേജ് ഉണ്ടാവും, പക്ഷെ വേണ്ടത് സ്ട്രെസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ആൻസറും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒബ്ജക്റ്റീവ് ടൈപ്പുകളിൽ. അതാണ് അവരുടെ ബുദ്ധിമുട്ട്. പാവം ഒരുപാട് വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ട് സെർച്ച് ചെയ്യലും പഠിക്കലും എല്ലാം ഇപ്പോ തുറന്നൊരു പഠനമാണ്. ബുക്ക് തന്നെ ഇൻകംപ്ലീറ്റ് ആണ്. എല്ലാം ഇത് പകുതി നിർത്തിയിട്ട് ബാക്കി കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻകംപ്ലീഷൻ ആണ്. അത് ആകെ കൊളായി, അവിടെ വെച്ച് പോയി. ഞാൻ ഇന്നാളെ ഒരു വീട്ടിൽ മീറ്റിംഗിന് പോയി, 3ാം ക്ലാസ്സിൽ പഠിക്കണതാ. അപ്പം ഓണത്തിന്റെ ഇതിന് പോയതാ. അപ്പൊ പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർമാർക്കുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല, ട്രെയിനിങ്ങിനുള്ള ആ പഠിപ്പിക്കേണ്ട ബുക്ക് തന്നെ അവർക്ക് കിട്ടിയിട്ടില്ല. സ്റ്റേറ്റ് സിലബസ് ആണ്. അപ്പൊ അവര് പറയണ ഞങ്ങൾക്ക് ഇതിന്റെ ബുക്ക് കിട്ടിയിട്ടില്ലെന്ന്. അപ്പൊ പിന്നെ പിള്ളേര് പഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോരം പിള്ളേരെ പറയാൻ പറ്റുമോ നമുക്ക്? എന്താ പഠിപ്പിക്കണ? ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ അവര് പറഞ്ഞ പോലെ തന്നെ പടം വരയ്ക്കുക, അതിൽ നോക്കി എഴുതാൻ പറയുക. അപ്പൊ ആദ്യമേ ടീച്ചർ ഓപ്പൺ ആയിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ആ എടുക്കേണ്ട സിലബസ് കിട്ടിയിട്ടില്ലെന്ന്. അപ്പൊ പിന്നെ നമ്മൾ പിള്ളേർക്ക് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ മാർക്ക് കുറഞ്ഞ 2ാമത് എക്സാം എഴുതിക്കണ ഒരു പരിപാടി ഇപ്പൊ പിന്നെ വന്നിട്ടുണ്ട്. ഇവര് ഇപ്പൊ ഞാൻ പറയട്ടെ, CBSE ആണെങ്കിലും CBSEക്കാര് പറയും സ്റ്റേറ്റിനൊന്നും പഠിക്കാനില്ല എന്ന് പറയും. പക്ഷെ പഠിക്കാൻ എല്ലായിടത്തും ഉണ്ട്. പഠിച്ച് മുന്നേറുക എന്നുള്ളത് നമ്മ പഠിപ്പിക്കുക. പക്ഷെ അതെ ടീച്ചർമാര് തന്നെ പറയണേ ഞങ്ങൾക്ക് ആ എടുക്കേണ്ട പോർഷന്റെ സിലബസ് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഇപ്പൊ അങ്ങനെ നടക്കണത്. പണ്ടത്തെ കാലമല്ല, ഇപ്പൊ ഭയങ്കര എന്താ പറയണ, അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷെ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം ടീച്ചർമാർ കൊടുക്കണില്ല. പണ്ടത്തെ പോലെയല്ല. നമ്മ പഠിച്ചിരുന്നപ്പോ ടീച്ചർമാരൊക്കെ നല്ല പഠിത്തം. ടീച്ചർമാര് നമ്മൾക്ക് പഠിക്കണം എന്നുള്ള ആ ഒരു ചിന്തയുണ്ട്. ഇത് പിള്ളേര് ഇപ്പൊ പോവാ വരിക, എന്തിനാ ഞങ്ങൾ ഓക്കേന്ന് പറയാം. എന്താ പഠിപ്പിച്ചു കൊടുക്കണ്ടത് നമുക്കൊന്നും അറിയാൻ പറ്റണില്ല. പിള്ളേർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാവണ്ടേ? ആ ബുക്ക് എടുത്ത് നോക്കിയാൽ അതല്ല പരീക്ഷക്ക് വന്നത്. അപ്പൊ അതേ മോഡലാന്ന് പറഞ്ഞാൽ ഒരു ബന്ധവും ഇല്ല. ടീച്ചർ കഴിഞ്ഞ ഓണപരീക്ഷക്ക് തീർത്ത് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ബുക്ക്. പഠിക്കാനുള്ള ബുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മ പിള്ളേരെ എന്തൊന്ന് പറഞ്ഞിട്ട് പറയാന്. എന്റെ മോളൊക്കെ കൊറോണയുടെ ആ ടൈമിലാണ്, അതുകൊണ്ട് മൊബൈലിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്താ പറയുക, ഇപ്പോഴാണ് 3-ലായപ്പോഴാണ് അവൾ അക്ഷരങ്ങൾ എഴുതാനും ഒക്കെ തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഞാൻ അതേ സമയത്ത് എന്റെ മൂത്ത മോളെ നല്ലോണം ഞാൻ അടുത്തിരുത്തി പഠിപ്പിച്ചത്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇവരങ്ങനെ വളർന്നു വന്നുകൊണ്ട് നമുക്ക് അവരെ ഓവറായിട്ട് ഇതാക്കാൻ പറ്റില്ല, സ്ട്രെസ് ചെയ്യാൻ പറ്റില്ല. എഴുതി പഠിക്കാൻ പറഞ്ഞാലായാലും എന്താ പറഞ്ഞ, അവര് എഴുതണില്ല, വായിക്കണില്ല. വീട്ടിൽ വന്ന് ബുക്ക് എടുത്ത് വായിക്കണില്ല ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേര്. പണ്ടത്തെ പിള്ളേർ പോയി വന്നു കഴിഞ്ഞാൽ ടീച്ചർ ഇന്നെടുത്ത പാടാന്ന് പറഞ്ഞിട്ട് വായിച്ചു പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു.
ഇപ്പോഴുള്ള പിള്ളേര് അവിടെ ടീച്ചർ പഠിപ്പിച്ചേ ഇനി പഠിക്കൂല എന്നാ പറയണത്. ഇനി നാളെ സ്കൂളിൽ പോകുമ്പോ പഠിക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ്. ഹോംവർക്ക് ഇല്ല. ഞാൻ ടീച്ചർമാരോട് പറഞ്ഞു 10 times ഒക്കെ എഴുതാൻ കൊടുത്തു വിടാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇരുത്തി എഴുതിക്കാലോ. ഇവിടെ ഇങ്ങോട്ട് ഹോംവർക്ക് ഒന്നും ഇല്ല. ഇവിടെ ടീച്ചർമാരല്ലെങ്കിൽ നാളെ ചോദിക്കുന്ന വഴക്ക് പറയുന്നുള്ള ആ ഒരു പേടി വേണ്ടേ, അതൊന്നും ഇല്ല. പോയ വഴിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇളയ മോള് പറയും, ഞാനിപ്പോ ട്യൂഷന് വിടുന്നുണ്ട്, അനിയത്തി അടുത്ത് തന്നെയാണ്. അത് അങ്ങനെ ഇത്തിരി നേരം അവിടെ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ആ ഒരു ഇതിൽ പോണതാ. നേരത്തെ ട്യൂഷന് പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പൊ കൂട്ടുകാരെ കിട്ടുമല്ല. ആ ഒരു ഇതില് ആ പിള്ളേരുടെ മുമ്പിൽ ഞാൻ പഠിക്കണുണ്ടെന്ന് കാണിക്കണം. അതുകൊണ്ട് പഠിക്കണ്, മനസ്സിലായ? അല്ലാണ്ട് എന്താ പറയാ പഠിക്കണം എന്നുള്ള ആ ഒരു ഇതേ ഇല്ല. കുട്ടികളുടെ മുമ്പിൽ ഇപ്പം ആ കുട്ടിക്ക് എടുത്തു കൊടുക്കണം, എനിക്ക് ആ കൊച്ചിന് പറഞ്ഞു കൊടുക്കണം, മനസ്സിലായ? ആ ഒരു മെന്റാലിറ്റി കയറിയിട്ടുണ്ട് എന്റെ മോൾക്ക്, മനസ്സിലായി? ആ കൊച്ചിന് LKG കൊച്ചിനൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ളതുകൊണ്ട് ഇപ്പൊ കുറയാൻ തുടങ്ങിയേക്കുന്നത്. ഹോംവർക്ക് തന്നു വിടുന്നില്ല ടീച്ചർമാര്. 10 പ്രാവശ്യം വായിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോയി എന്നോട് പറഞ്ഞ ചെയ്യണുണ്ടെന്നാ പറയണത്. എന്റെ മുമ്പിൽ മലയാളം വായിക്കാനോ അറിയില്ലായിരുന്നു, ഇംഗ്ലീഷ് വായിക്കാനോ അറിയില്ല. ടീച്ചർ പറഞ്ഞു ഇവിടെ എല്ലാം ചെയ്യണുണ്ട്. ഞാൻ പിന്നെ എന്തു പറയാ, അവര് മാർക്ക് ഇടണ്. ഇതുപോലെ തന്നെ എന്റെ ഇളയ മോന്, അവനെ LKG വിട്ടപ്പോഴും അവന് അക്ഷരം അറിയത്തില്ല. സ്കൂളിൽ വിട്ടപ്പോൾ അവന് പെൻസിൽ പിടിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. പക്ഷെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവനെല്ലാം കറക്റ്റ് ആയിട്ട് ഫുൾ മാർക്കാ. അപ്പൊ ഞാൻ ടീച്ചർ 2ാം വർഷത്തിന്റെ 2nd ടേം ആയപ്പോൾ ഞാൻ ടീച്ചർ ഇത് ഇവൻ തന്നെ എഴുതിയതാണോന്ന്. ഇവൻ തന്നെ എഴുതിയത്. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ തലകുത്തി പറഞ്ഞാൽ അവനൊന്നും എഴുതി കാണിക്കുന്നത് അവനെ അറിയത്തില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അവൻ അറിയത്തില്ല, അവൻ പെൻസിൽ പിടിക്കത്തില്ല. പിന്നെ ലാസ്റ്റ് 2nd ടേം ആയപ്പോൾ എനിക്കൊന്നും പന്തികേട് തോന്നി. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പ്രിന്റ് ഔട്ട് ചെയ്യിപ്പിച്ചിട്ട് ഇത് മാറ്റിയിട്ട് ഞാൻ അവനോട് പറഞ്ഞു എഴുതാന്. അറിയത്തില്ല. അത് അവിടെ എഴുതിപ്പിച്ച എന്താ, ടീച്ചർ പറഞ്ഞ് അവന് പറഞ്ഞു കൊടുത്തു, അവൻ എഴുതി. അങ്ങനെ ഫുൾ മാർക്കായി. അപ്പൊ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ അടുത്ത പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോൾ ഞാൻ റിപ്പോർട്ട് കാർഡ് മേടിക്കാൻ വരത്തില്ല, ബിക്കോസ് എനിക്കറിയാം എന്റെ കുട്ടിക്ക് എത്ര വള്ളത്തിലാണെന്ന്. പിന്നെ ഞാൻ അവന് ട്യൂഷൻ വിട്ട് ഇപ്പം UKG-ലായി. പിന്നെ സ്കൂളിന്റെ ടേംസ് ആയിട്ട് ഇച്ചിരി പുറകിലോട്ടാ. മീൻസ് സ്കൂളിൽ 2 ലൈൻ 3 ലൈൻ വേർഡ്സ് ഒക്കെ വായിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ ഇച്ചിരി പുറകിലോട്ടാ. നേരത്തെ തൊട്ട് എല്ലാ മൈൽ സ്റ്റോൺ ഇവൻ ഇച്ചിരി പുറകിലോട്ടെ, ബിക്കോസ് 3 വയസ്സായപ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പം അതിൻ്റെതായ ഒരു കുറവുണ്ട്. പക്ഷെ നമ്മൾ എഫേർട്സ് എടുക്കുന്നുണ്ട്. പക്ഷെ സ്കൂളിൽ ടീച്ചർ ഇതുപോലെ ചെയ്തത്, പരീക്ഷ അവരോട് പറഞ്ഞ് ഇവൻ എല്ലാ കാര്യത്തിനും ടീച്ചറെ സോപ്പിടിയിൽ നല്ല സുഖിപ്പിക്കും. ടീച്ചറുടെ മടിയിൽ അങ്ങ് കയറിയിരിക്കുക, അങ്ങനെയൊക്കെ പരിപാടി ഇവരുണ്ട്. അപ്പം ടീച്ചർ എന്താ ഒരു സോഫ്റ്റ് സൈഡ് എടുത്തിട്ട് അങ്ങ് പരീക്ഷയ്ക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ ഞാനിപ്പം UKG-ലായപ്പോൾ ടീച്ചർ ഇച്ചിരി സ്ട്രിക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചറെ ഒരിക്കലും ഇവനെ മീൻസ് ഇവൻ നിർബന്ധം പിടിക്കുവാണെങ്കിൽ തന്നെ ടീച്ചർ അതിന് വഴങ്ങാനിരിക്കണ്ട. ഇവൻ പരീക്ഷയ്ക്ക് എഴുതുവാണെങ്കിൽ മാത്രം എഴുതിപ്പിച്ചാൽ മതി, ഇല്ലയോ 0 ഇട്ട് കൊടുത്തുതരാം. അപ്പൊ അവനൊരു ഗിൽട്ട് ഫീൽ ആകുമല്ലോ. ഗിൽട്ട് ഫീൽ ആകുമ്പോൾ അടുത്ത പ്രാവശ്യം അവൻ മുമ്പിലോട്ട്. ഇല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ഫീഡിങ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ പിന്നെ അവൻ പറയാം, അടുത്ത പ്രാവശ്യം ടീച്ചർമാർ ഇങ്ങനെ ചെയ്യൂല്ലോ, അങ്ങ് വിടും. ഓക്കെ, നമ്മുടെ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, ടൈം കഴിഞ്ഞു. സൈൻ ഔട്ട് പറഞ്ഞോളൂ. മാം, ഇന്ന് നമ്മള് ഗവൺമെന്റ് സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള പോരായ്മകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പക്ഷെ ഇത് ടോപ്പിക് എത്ര പറഞ്ഞാലും തീരില്ല, കാരണം ആരും സാറ്റിസ്ഫൈഡ് അല്ല. നമ്മള് പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും നമ്മൾ പാരന്റ്സിന്റെ എഫേർട്ട് തന്നെ കുട്ടികളിൽ ഒരു റിസൾട്ടായിട്ട് കാണുന്നുള്ളൂ. അതിപ്പോൾ ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും. അപ്പോൾ ഒരു സേഫ്റ്റി എന്നുള്ളൊരു മീനിൽ മാത്രം പ്രൈവറ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ നിർബന്ധിതരാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. എന്തുകൊണ്ടും ഗവൺമെന്റ് നല്ലതാണ്. ഗവൺമെന്റ് അതുപോലെ തന്നെ തിരിച്ചു വരട്ടെ എന്നുള്ളൊരു ഒരു വിഷ് ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാവർക്കും താങ്ക് യു പറയണം. താങ്ക് യു മാം. താങ്ക് യു. നെക്സ്റ്റ് നാളെയും ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, Thank you, ma'am.